യന്മിത്രം നാഭിപദ്യതേ സർവയത്നേന മാധ്യസ്യം. അവിടെ എല്ലാ വിധത്തിലുള്ള പരിശ്രമം അവിടെ നമ്മൾ ചെലുത്തണം. എന്താ? ഒരു കലഹം ഒഴിവാക്കുന്നതാണ് നമുക്ക് ആവശ്യം. കലഹത്തിൻ്റെ ഫലം എന്താ? നാശം. യുദ്ധത്തിൻ്റെ ഫലം എന്താ? കൂട്ടനാശം. ഈ നാശം കൊണ്ട് നമുക്ക് എന്തുണ്ടാവും? ഭൂമിക്ക് ദാഹമുണ്ടോ കുറേ രക്തം കുടിക്കാൻ? എന്താ നമുക്ക് ആവശ്യം? സൂര്യകിരണങ്ങൾക്കാണോ രക്തത്തിൻ്റെ ആവശ്യം? സർവയത്നേന മാധ്യസ്ത്യം തന്മിത്രം ന വിദുർബുധാഹ. അപ്പോൾ ഒരാളെ മിത്രമായി സുഹൃത്തായി കണക്കാക്കണമെങ്കിൽ ആ സുഹൃത്ത് തൻ്റെ സുഹൃത്തിൻ്റെ ആപത്ഘട്ടങ്ങളിൽ പ്രത്യേകിച്ചും സന്നിഹിതനാവണം. അപകടം ഒഴിവാക്കാൻ നമുക്ക് പരിശ്രമിക്കണം. ആ പരിശ്രമിക്കുന്ന സമയത്ത് ഒരാൾക്കും അപകടം ഉണ്ടാവരുത്. എല്ലാവരെയും രക്ഷിക്കാനുള്ള ഒരു സമീപനമാവണം നമുക്ക്. ജ്ഞാതീനാം ഹി മിഥോ ഭേദേ യന്മിത്രം നാഭിപദ്യതേ സർവയത്നേന മാധ്യസ്യം ന തന്മിത്രം വിദുർബുധാഃ. ന മാം ബ്രൂയുരധർമ്മിഷ്ഠ മൂഢാ ഹി അസുഹൃദസ്തഥാ ശക്തോ നാവാരയത് കൃഷ്ണഃ സംരബ്ധാൻ കുരുപാണ്ഡവാൻ. പ്രേക്ഷകരെ, നിങ്ങൾ കേൾക്കുന്നുണ്ടോ ഈ പറയുന്നത്? ന മാം ബ്രൂയുഹു അധർമ്മിഷ്ഠാഃ മൂഢാഃ ഹി അസുഹൃദസ്തഥാ. കൃഷ്ണൻ പറയുകയാണ്, ന മാം എന്നെ, ബ്രൂയുഹു അധർമ്മിഷ്ഠാഃ. ലോകത്തിൽ ധർമ്മിഷ്ഠരുള്ളതുപോലെ അധർമ്മിഷ്ഠരും ഉണ്ട്. അധർമ്മിഷ്ഠരും മൂഢാഃ അറിവില്ലാത്തവര്, മോഹിതര്. അസുഹൃദസ്തഥ സ്നേഹിതന്മാരല്ലാതെ അസ്നേഹിതന്മാരായിരിക്കുന്നവർ. ശക്തോ നാവഹരയത് കൃഷ്ണ. പഞ്ചപാണ്ഡവന്മാരുടെ കാര്യം മാറ്റി നിർത്തൂ. അവരുടെ കൂടെ ഒരു കൃഷ്ണനുണ്ടല്ലോ, സർവകുശലനായിട്ടുള്ള ഒരു കൃഷ്ണൻ. എല്ലാ സമയത്തും എന്തും ചെയ്യാനുള്ള ബുദ്ധിയും തൻ്റെ ഇടവും മനസ്സും കായബലം, വാഗ്ബലം, മനോബലം, ബുദ്ധിബലം എല്ലാമുള്ള ഒരു കൃഷ്ണനുണ്ടല്ലോ. ആ കൃഷ്ണൻ ശക്തനായിട്ടും സമർത്ഥനായിട്ടും അവരെ ഈ ആപത്തിൽ നിന്ന് തടുത്തു നിർത്തിയില്ല, രക്ഷപ്പെടുത്തിയില്ല എന്ന് പറയാൻ ഇവിടെ ആയിരക്കണക്കിന് വായകളുണ്ടാവും. ചെറുപ്പകാലം മുതൽക്ക് തന്നെ എന്നെ സംബന്ധിച്ച് അപവാദം പറഞ്ഞ് പരത്തിയവരാണ് നാട്ടിൽ. ചെറുപ്പത്തിൽ തന്നെ എന്നെ അപവാദം പറഞ്ഞു എന്നുണ്ടെങ്കിൽ മുതിരുമ്പോൾ എത്ര പേരെ ആളുകൾ കൂടിയിട്ടുണ്ടാവും. അങ്ങനെ കുറേ ആൾക്കാരുണ്ട് വിതുര ഇവിടെ. ആ വിതുരൻ മനസ്സിലാക്കണം, ശക്തോ നാവരയത് കൃഷ്ണ. കൃഷ്ണൻ അതിനുള്ള ശക്തിയും ത്രാണിയും ഉണ്ടായിട്ടും അവരെ ആ വിപത്തിൽ നിന്ന് തടുത്തു നിർത്തി രക്ഷപ്പെടുത്തിയില്ല എന്ന് പറയും. സംരബ്ധാൻ കുരുപാണ്ഡവാൻ. യുദ്ധത്തിന് തുള്ളിച്ചാടി തയ്യാറായിക്കൊണ്ടിരിക്കുന്ന കുരുപാണ്ഡവന്മാരെ സമാധാനിപ്പിച്ച് തനിക്ക് അതിനുള്ള സ്വാധീനമുണ്ട്. പാണ്ഡവന്മാരെന്ത് പറഞ്ഞാലും കേൾക്കും, ദുര്യോധനാദികളും കേൾക്കും. പക്ഷേ പുറപ്പെട്ടില്ല. ഞാനവിടെ പോയി സംസാരിച്ചാലല്ലേ അവരുടെ മനസ്ഥിതി എന്താണെന്ന് അറിയുള്ളൂ. ഇപ്പം നമ്മൾ പ്രശ്നം വയ്ക്കുമ്പോൾ കൃഷ്ണൻ പറഞ്ഞാൽ കേൾക്കുമോ കേൾക്കില്ലേ എന്നുള്ളത് ഭാവനയാണിപ്പോൾ. വാസ്തവത്തിൽ അതിൽ കേൾക്കുമോ കേൾക്കില്ലേ എന്നറിയാൻ അവിടെ പോകണം, സംസാരിക്കണം. പോകാതെയും സംസാരിക്കാതെ ഇരുന്ന് ഞാൻ പോയി പ്രയോജനമില്ല എന്ന് പറഞ്ഞിരുന്നാലോ അതൊരു മുത്തൻ മടിയാവും. അത് ശരിയല്ല എന്ന് അർജുനനോട് പറഞ്ഞുവല്ലോ. ലോകത്തിലെല്ലാം പകുതി മനുഷ്യനിലും പകുതി ദൈവത്തിലുമാണ്. ദുര്യോധനെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം നമ്മൾ പറയുന്നത് കേൾക്കാൻ പോണില്ല. എന്നാലും ഞാൻ പോവാം, പരമാവധി മനുഷ്യഹസ്തത്തിലുള്ളത് ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് പുറപ്പെട്ടത്. വ്യാമോഹത്തോടു കൂടിയിട്ടല്ല. ആ മനസ്ഥിതി തന്നെയാണ് വിതുര മഹാശയ എനിക്കിപ്പോഴും എൻ്റെ മനസ്സിലുള്ളത്. നമാം ബ്രൂയുരധർമ്മിഷ്ഠ മൂഢാ ഹ്യസുഹൃദസ്തഥാ ശക്തോ നാവാരയത് കൃഷ്ണ സംരബ്ധാൻ കുരുപാണ്ഡവാൻ. ഇത്രയൊക്കെ ചെയ്തിട്ടും കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഇത്രയൊക്കെ ചെയ്തിട്ടും നമ്മുടെ ഗാന്ധാരിയമ്മ എന്തു പറഞ്ഞു? എന്താ പറഞ്ഞേ? ഈ മഹാഭാരത യുദ്ധമൊക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. പാണ്ഡവ ധാഷ്ടരാഷ്ട്രാശ്ച ദഗ്ധാ കൃഷ്ണ പരസ്പരം ഉപേക്ഷ്യത വിനശ്യന്തഃ ത്വയാ കസ്മാജ്ജനാർദ്ദന. കേൾക്കുന്നുണ്ടോ പ്രേക്ഷകരെ നിങ്ങൾ? പാണ്ഡവാഹ ധാർത്തരാഷ്ട്രാശ്ച ദഗ്ധാഹ കൃഷ്ണ പരസ്പരം. ഉപായപ്പെട്ട യുദ്ധാണോ? അഭൂതപൂർവം 11 അക്ഷൗഹിണി ദുര്യോധനൻ്റെ കൂടെ, 7 അക്ഷൗഹിണി അപ്പുറത്ത്. 18 ദിവസമാണ് പൊരിഞ്ഞ യുദ്ധം. അതിൽ ഭീഷ്മനുണ്ട്, ദ്രോണനുണ്ട്, കർണനുണ്ട്, കൃപാചാര്യനുണ്ട്. ആരാ അവിടെ കുറവ്? എല്ലാവരും ഉണ്ട്.
അവരെല്ലാവരും കൂടി ഒരു സംഘട്ടനം. അവസാനത്തെ ശത്രു വീഴുന്നത് വരെ തെരഞ്ഞെടുത്ത് കണ്ടുപിടിച്ച് യുദ്ധം തന്നെ. ഒരാളും പിന്തിരിയാൻ ഒരുക്കമില്ല. അങ്ങനെ അതിപ്രബലമായി അഭൂതപൂർവമായി ഞെട്ടിക്കുന്ന മനസാന്നിധ്യത്തോടുകൂടി കരവിരുതുണ്ട്, അസ്ത്രശസ്ത്ര നൈപുണ്യമുണ്ട്, എല്ലാത്തോടും കൂടിയുള്ള ആ യുദ്ധം. പാണ്ഡവ ധാർത്തരാഷ്ട്രാശ്ച ദഗ്ധാഃ, പരസ്പരം ദഹിച്ചുപോയി എല്ലാവരും. വിനശ്യന്തഃ, നശിച്ചു. ത്വയാ കസ്മാത് ജനാർദ്ദന ഉപേക്ഷിതാഃ, കൃഷ്ണ നീ എന്തിനവരെ ഉപേക്ഷിച്ചു? ഈ യുദ്ധം തടുക്കാൻ നിനക്ക് സാധിക്കുമായിരുന്നില്ലേ? ഇവരെല്ലാവരും നശിക്കണമെന്നായിരുന്നോ നിന്റെ ഇഷ്ടം എന്നാണ് ഗാന്ധാരി ചോദിച്ചത് മാത്രമല്ല, അവർക്കത് അങ്ങോട്ട് കണ്ടപ്പോൾ സഹിച്ചില്ല. അവിടെ നടന്ന കോലാഹലം. യസ്മാത് പരസ്പരം ഘ്രന്ഥോ ജ്ഞാതയഃ കുരു പാണ്ഡവാഃ ഉപേക്ഷിതാസ്തേ ഗോവിന്ദ തസ്മാത് ജ്ഞാതീൻ വധിഷ്യസി. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഓണം വരാനൊരു മൂലം. യസ്മാത് പരസ്പരം ഘ്രന്ഥോ ജ്ഞാതയഃ കുരു പാണ്ഡവാഃ, പരസ്പരം കൊല്ലാൻ വധിക്കാൻ തയ്യാറായി സജ്ജമായി വന്നു കൂടിയിട്ടുള്ള ആ കുരുപാണ്ഡവന്മാരുണ്ടല്ലോ, അവരെ ഹേ ഗോവിന്ദ, ജ്ഞാതികളാണ് അവർ മുഴുവനും. രണ്ടുപേരും ഒരുപോലെ നിന്നോട് ബന്ധപ്പെട്ടവരാണ്. അവർ തമ്മിലും ജ്ഞാതികളാണ്. അങ്ങനെയുള്ള ജ്ഞാതികളെ ഉപേക്ഷിതാസ്തേ ഗോവിന്ദ, അവരെ എല്ലാവരെയും നീ എന്തിനുപേക്ഷിച്ചു? നിനക്ക് അസാധാരണമായ അമാനുഷമായ ശക്തിയുണ്ടല്ലോ, പ്രഭാവമുണ്ടല്ലോ, കയ്യിൽ സുദർശന ചക്രമുണ്ടല്ലോ. ഈ ഒരു ചക്രവും ഈ ഒരു ഗദയും കയ്യിൽ വെച്ച് നീ എത്രയെത്ര നേട്ടങ്ങൾ, ഘോര കാര്യങ്ങൾ എല്ലാം നേടിയെടുത്തില്ലേ? ഈ ജ്ഞാതികൾ തമ്മിലുള്ള യുദ്ധം നിർത്താൻ നിനക്ക് പറ്റിയില്ലല്ലോ. അതുകൊണ്ട് ഇനിയിപ്പോൾ എനിക്ക് എന്താ പറയാനുള്ളത്? നിന്റെയും ജ്ഞാതികൾ ഇതുപോലെ നീ കൊല്ലും, എല്ലാം മരിച്ചു പോവും. വിചാരിക്കണ്ട പാണ്ഡവന്മാരും കൗരവന്മാരും മാത്രമാണ് മരിച്ചതെന്ന്. ഇതാ ഞാൻ ശപിക്കണു, കൃഷ്ണന്റെ വംശം മുഴുവനും ഇങ്ങനെ തമ്മിത്തല്ലി നിലംപതിക്കണം എന്ന്. എന്തിനാ ഞാനിത് പറഞ്ഞത്? കൃഷ്ണൻ അവിടെ പറയുകയാണ്, നമാം ബ്രൂയനധർമ്മിഷ്ഠ മൂഢാഹ്യ സുഹൃദസ്തഥാ ശക്തോ നാവാരയത് കൃഷ്ണ സംരബ്ധാൻ കുരുപാണ്ഡവാൻ. ധർമ്മമറിയാത്തവർ പലരും എന്നെ ഇങ്ങനെ പറയാനുണ്ടാവും, ഗാന്ധാരി അധർമ്മിഷ്ഠയാണെന്ന് പറഞ്ഞുകൂടാ. ഭർത്താവിന് കണ്ണ് കാണില്ല എന്ന് പറഞ്ഞപ്പോൾ കേട്ടപ്പോൾ അപ്പ കെട്ടിയതാ കണ്ണ്. അപ്പം അവരുടെ ഉപായപ്പെട്ട തപസ്സും വ്രതവുമൊന്നുമല്ല. ആ അമ്മയുടെ മനസ്സിൽ നിന്നാണ് കൃഷ്ണനെ കുറ്റം പറഞ്ഞ് ഒരു ശാപവാക്ക് പുറത്തു വന്നത്. അപ്പം കൃഷ്ണൻ പോകാതിരുന്നാലോ? കൃഷ്ണൻ തുടരുന്നു വിതുരനോട്, അഹാപയൻ പാണ്ഡവാർത്ഥം യഥാവത് ശമം ഗുരൂണാം യതി ചാചരേയം പുണ്യം ച മേ സ്യാച്ചരിതം മഹാത്മൻ മുച്യേരംശ കുരവോ മൃത്യുപാശാത്. അഹാപയൻ പാണ്ഡവാർത്ഥം യഥാവത് ശമം ഗുരൂണാം യതി ചാചരേയം പുണ്യം ച മേ സ്യാച്ചരിതം മഹാത്മൻ മുച്യേരംശ കുരവോ മൃത്യുപാശാത്. എന്ത് കാര്യത്തിന് പുറപ്പെടുമ്പോഴും ആശയത്തെളിച്ചം വേണം കൂട്ടരെ. നമ്മുടെ മനസ്സ് നമ്മളെ എതിർക്കരുത്, നമ്മുടെ ബുദ്ധി നമ്മളെ ചോദ്യം കൊണ്ട് തടുക്കരുത്. മനസ്സിന് നല്ല ക്ലാരിറ്റി വേണം. ഞങ്ങളൊക്കെ ഉണ്ടല്ലോ സന്യാസം. ഭൂമാനന്ദ സ്വാമി ഒരു സന്യാസിയാണല്ലോ, നൈഷ്ഠിക ബ്രഹ്മചാരിയാണ്. അപ്പോൾ സന്യാസം എടുക്കുന്ന സമയത്ത് വെറുതെ സന്യാസം എന്ന് പറഞ്ഞ് എടുത്തതൊന്നുമല്ല. വളരെയധികം ആലോചനയുണ്ട് അതിൻ്റെ പിന്നിൽ. ഒരു ഭാഗത്ത് നമുക്ക് ആവേശമുണ്ടാകാം, ഇൻസ്പിറേഷൻ ഉണ്ടാകാം. പക്ഷേ ഈ സന്യാസം എന്ന് പറയുന്നത് എന്ത്? അതിന് ജീവിതത്തിൽ എന്താണ് പ്രസക്തി? അതെങ്ങനെ മനുഷ്യ ജീവിതത്തിൽ ക്രൗണിയും ഗ്ലോറി ആയിത്തീരുന്നു? മകുട ചൂടാമണിയാണത്. എങ്ങനെയാണ് അത് ആയിത്തീരുന്നത്? ഇന്നത്തെ കാലത്ത് പഴയ സന്യാസത്തിന് പ്രസക്തി ഉണ്ടോ? ആലോചിക്കണം. ഉണ്ടെങ്കിൽ എന്താണ് പ്രസക്തി? ഉദ്യോഗം വിട്ടു, സ്വജനങ്ങളെ വിട്ടു, എല്ലാം വിട്ടു, തെരുവിൽ നിന്നു, തല മൊട്ടയടിച്ചു, അങ്ങനെ അങ്ങോട്ട് പോയി. ആരെങ്കിലും എന്തെങ്കിലും തന്നാൽ കിട്ടി കഴിച്ചു, ഒരാളോടും ചോദിക്കാൻ പറ്റില്ല. തന്നാൽ കിട്ടി കഴിച്ചു, പരമാവധി നമുക്ക് ഇരക്കാനേ പറ്റുള്ളൂ, ഭിക്ഷ യാചിക്കാം. അങ്ങനെ ഒരു ജീവിതം നമ്മൾ എന്തിനാ ഐച്ഛികമായി എടുക്കുന്നത്? അതിൻ്റെ പിന്നിലുള്ള പ്രേരണ എന്ത്? ഉദ്ദേശമെന്ത്? ലക്ഷ്യമെന്ത്? ഇത് അഭികാമ്യമാണോ? 4 പേരെന്ത് പറയും? സമാജത്തിന് എന്താണ് നന്മ ഇതുകൊണ്ട്?
ഇതൊക്കെ ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിൽ വരും. ആ ചോദ്യത്തിനൊക്കെ മറുപടി നമ്മുടെ ട്രഡീഷനിൽ, നമ്മുടെ പാരമ്പര്യത്തിലുണ്ട്. ആത്മനോ മോക്ഷാർത്ഥം ജഗത് ഹിതായ ച. നമ്മുടെ ആശ്രമത്തിൽ അടുത്ത കാലത്ത് ഒരു നല്ല ചെറുപ്പക്കാരൻ വന്നു. ബാംഗ്ലൂരിൽ നല്ല MBA സ്റ്റുഡൻ്റാണ്. +2-ലും അതിന് ശേഷമൊക്കെ ടോപ്പറായിരുന്നു അത്രേ. എല്ലാം നല്ല പോലെ പഠിക്കും. നല്ല കുടുംബത്തിൽ ജനിച്ച ആളാണ്. അപ്പം അദ്ദേഹത്തിന് ഭാരതീയതയും ഭാരത സംസ്കാരത്തിനോട് ഒരു പ്രതിപത്തിയുണ്ട്. അപ്പോൾ ഇവിടെ വരാൻ എന്താ കാരണം എന്ന് ചോദിച്ചാൽ, നമ്മുടെ നാരായണാശ്രമ തപോവനത്തിൻ്റെ വെബ്സൈറ്റ് കണ്ടു. അവിടെ ഭൂമാനന്ദ സ്വാമിജി പറയണതും എഴുതണതും സംസാരിക്കണതും പലതും ഉണ്ട്, മറ്റുള്ളവരുടെ ഉണ്ട്. അതൊക്കെ കണ്ടിട്ട് അദ്ദേഹത്തിന് തോന്നിയത്രേ, അനവധി ചോദ്യങ്ങൾ മനസ്സിലുണ്ട്, പലരോടും ചോദിക്കേണ്ടായി, പല പുസ്തകവും വായിച്ചു, ഒരു മറുപടിയും എനിക്ക് കിട്ടിയിട്ടില്ല. ഞാനിപ്പോൾ MBA പഠിക്കുകയാണ്. പക്ഷേ ആ MBA പഠിച്ചിട്ട് നമുക്ക് എന്താണ് പ്രയോജനം എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. അവിടെ പഠിപ്പിക്കുന്നത് എന്താ? നല്ല നല്ല കച്ചവട കേന്ദ്രങ്ങൾ, വ്യവസായ കേന്ദ്രങ്ങൾ, അത് ഏറ്റെടുക്കാനും ഭരിക്കാനും ഓരോ കൊല്ലവും ബഡ്ജറ്റ് കൂട്ടിയിട്ട്, ലാഭം കൂട്ടിയിട്ട്, എസ്റ്റിമേറ്റ് കൂട്ടിയിട്ട് അങ്ങനെ ലാഭം വർദ്ധിപ്പിച്ച് കൊണ്ടുവരാനാണ്. ഈ ലാഭം എങ്ങനെയുണ്ടാവണം? ഇങ്ങനെയുള്ള വ്യവസായങ്ങൾ കൊണ്ടാണ് നമ്മുടെ ഭൗമതാപം വർദ്ധിച്ചു വരുന്നത്. അപ്പോൾ ഒരു നിലയ്ക്ക് ആഗോളമായിരിക്കുന്ന ഒരു വിപത്തിലേക്കാണ് നാം ഈ വ്യവസായവത്കരണം കൊണ്ടൊക്കെ ഭൂമിയെ നയിക്കുന്നത്. അങ്ങനെ ഒരു അങ്ങനെ ഒരു പ്രസ്ഥാനത്തിൽ ഞാൻ എങ്ങനെ പങ്കെടുക്കും? ഇതാണോ നമ്മുടെ സമാജത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ചെയ്യേണ്ടത്? അതോ ഇത് കൂടാതെ വല്ലതുമുണ്ടോ എന്നിങ്ങനെ ആലോചിച്ച് ചിലരോടൊക്കെ ചോദിച്ചപ്പോൾ ഒരു മറുപടിയും കിട്ടിയില്ല അത്രേ. അപ്പോൾ ഒരു മറുപടിയും കിട്ടാതെ ഞാൻ ഇവിടെ ഒരു മറുപടി, എന്തെങ്കിലും എനിക്കൊരു സമാധാനം ഉണ്ടാവും എന്ന് പറഞ്ഞു വന്നതാണ്. അപ്പോൾ അദ്ദേഹം വന്നിരിക്കണത് എങ്ങനെയാണ്? ഒരു വസ്ത്രമേ ധരിച്ചിട്ടുള്ളൂ. അന്ന് തന്നെ പോവാമെന്ന് പറഞ്ഞു വന്നതാണ്. അന്നാണെങ്കിൽ എനിക്ക് പുറത്ത് പോകാനുള്ള തിരക്കുണ്ട്. ഞാൻ വരുമ്പോൾ ഉച്ച തിരിഞ്ഞ് 3 മണി 4 മണിയാവും. ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു വ്യാസതപോവനത്തിൽ. പുരുഷോത്തമ സ്വാമിയുടെ മഹാസമാധി ദിവസമാണ്. 250-300 ആൾ വന്നിട്ടുണ്ട്. അവരോട് സംസാരിച്ചു. പിന്നെ വിഷ്ണു സഹസ്രനാമ വിശ്വയജ്ഞ മഹോത്സവത്തിനെ പറ്റി കാര്യമായിട്ടൊരു മീറ്റിങ്ങൊക്കെ നടത്തി. അതൊക്കെ കഴിഞ്ഞ് ഇവിടെ വരുമ്പോൾ മണി 3 ആയി. അപ്പോൾ അദ്ദേഹത്തിന് അന്ന് മടങ്ങി പോകാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്തു? കയ്യിലാണെങ്കിൽ വസ്ത്രമില്ല. അപ്പം ഞാൻ അമ്മ ഈ വർത്തമാനം മാജി എന്നോട് പറഞ്ഞപ്പോൾ നമുക്കൊന്നും ആലോചിക്കണ്ട, അദ്ദേഹത്തിന് വസ്ത്രം അങ്ങോട്ട് കൊടുക്കുക, വേണ്ടി വന്നാൽ തൃശ്ശൂർക്ക് പറഞ്ഞയച്ചോളൂ, പറ്റിയ പൈജാമയോ ജുബ്ബയോ ഒക്കെ മേടിച്ചോട്ടെ എന്നൊക്കെ പറഞ്ഞു. ഞാനിവിടെ വരുമ്പോഴേക്കും ഇവിടുന്ന് മുണ്ടൊക്കെ കൊടുത്ത്, അടിയിലൊരു മുണ്ട് മുകളിലൊരു മുണ്ട് എല്ലാം കൂടി കൂട്ടി പുതച്ച ഒരു കുട്ടിയാണ് കണ്ടത്. പിറ്റേ ദിവസം ആകുമ്പോഴേക്കും ഇതെല്ലാം ആയി, വേണ്ടതുപോലെ ആയും ചെയ്തു. അത് കഴിഞ്ഞ് അദ്ദേഹം പിറ്റേ ദിവസം ഞായറാഴ്ചയാണ്. ആ ഞായറാഴ്ച അങ്ങോട്ട് പോയി തിങ്കളാഴ്ച അവിടെ പഠിക്കുന്ന സ്ഥലത്ത് ജോയിൻ ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ എനിക്ക് സംസാരിക്കാൻ സാധിച്ചത് 2, 3, 4 മണിക്കൂറാവും. അതാ പോകുമ്പോഴേക്കും ആളൊന്ന് ചിരിച്ചു തുടങ്ങി. ഞാൻ പറഞ്ഞു, ലോകത്തിൽ എന്ത് ചോദ്യവും നമ്മുടെ മനസ്സിൽ നിന്നാണ് പുറപ്പെടുന്നത്, ബുദ്ധിയിൽ നിന്നാണ് പുറപ്പെടുന്നത്. ആ ചോദ്യത്തിൻ്റെ തൊട്ടടിയിൽ അതിനുള്ള ഉത്തരമുണ്ട്. ആ ചോദ്യം ലോകത്തിനെ പറ്റിയാവട്ടെ, വ്യവസായവത്കരണത്തെ പറ്റിയാവട്ടെ, അധ്യാത്മമാവട്ടെ, ഈശ്വരനെ പറ്റിയാവട്ടെ, ഉത്തരാഖണ്ഡ് വിപത്തിനെ പറ്റിയാവട്ടെ, സുനാമിയെ പറ്റിയാവട്ടെ, സ്വർഗ നരകങ്ങളെ പറ്റിയാവട്ടെ, ഇന്ദ്രൻ്റെ പെരുമാറ്റമാവട്ടെ, മുഖ്യമന്ത്രിയുടെയും പ്രധാനമന്ത്രിയുടെയും പെരുമാറ്റമാവട്ടെ, മന്ത്രിമാരുടെ കൂട്ടഹരിജിയാവട്ടെ, എന്ത് പിണ്ണാക്കായിക്കോട്ടെ, ചോദ്യമുണ്ടോ അത് മനസ്സൃഷ്ടമാണ്, ബുദ്ധിസൃഷ്ടമാണ്. അതിനുള്ള മറുപടി മനസ്സിൽ നിന്നും ബുദ്ധിയിൽ നിന്നും വേണം വരാൻ. സർവ്വ ചോദ്യങ്ങൾക്കും ഇതാ ഭൂമാനന്ദ സ്വാമിജിയുടെ കയ്യിൽ മറുപടിയുണ്ട്. ഒറ്റ ആൾ മറുപടിയില്ലാതെ ബുദ്ധിമുട്ടണ്ട. നമ്മുടെ ഉപനിഷത്ത് മുഴുവനും ചോദ്യത്തിൽ നിന്ന് പുറപ്പെട്ടതാണ്. ആ ചോദ്യമാണ് നമ്മുടെ ചോദ്യയാത്ര. ആ ചോദ്യയാത്രയാണ് ഉൾതീർത്ഥയാത്ര. നിങ്ങൾ ശരീരം കൊണ്ട് ചതുർധാമങ്ങളിലേക്ക് നടക്കണു, കൈലാസം മാനസരോവറിലേക്ക് നടക്കണു, അമർനാഥത്തിലേക്ക് പോണു. അതൊക്കെ കാറ്റിനെ മുറിച്ചുകൊണ്ട് ഭൂമിയുടെ മുകളിൽ കാലടി കൊണ്ട് ചെയ്യുന്ന യാത്രയാണ്. ആ യാത്ര കൊണ്ട് ചോദ്യങ്ങൾക്ക് മറുപടി കിട്ടില്ല. ചോദ്യം മനസ്സിലാണ്. ആ മനസ്സിലുള്ള ചോദ്യത്തെ പിന്തുടരൂ, പിന്തുടരൂ, പിന്തുടരൂ. ആ ചോദ്യത്തെ പിന്തുടർന്നാൽ അവസാനം അതിന് മറുപടിയാണ്. ഞാൻ എപ്പോഴും പറയും, I will resolve every question of yours. If the questions cannot be resolved, they will be dissolved. എല്ലാ ചോദ്യങ്ങൾക്കും തക്ക പരിഹാരവും മറുപടിയുണ്ട്. ഇനി പരിഹാരമില്ലാത്തൊരു ചോദ്യമാണെങ്കിലോ ആ ചോദ്യം എവിടുന്ന് ഉന്നയിച്ചോ അവിടെ തന്നെ അത് അസ്തമിക്കും, ലയിച്ചു പോകും. എല്ലാ അലകളും സമുദ്രജലത്തിൽ നിന്നാണ് പുറപ്പെടുന്നത്.
താഴുന്നതും അവിടെയാണ്. കരയിൽ വന്ന് അടിച്ചാലും മടങ്ങി സമുദ്രത്തിലേക്കാണ് പോകുന്നത്. സർവ്വതിൻ്റെയും ഉത്പത്തി സ്ഥാനം നമ്മുടെ ഹൃദയമാണ്, മനസ്സാണ്, ചേതനയാണ്. അവിടെയാണത് നിൽക്കുന്നത്, അവിടെയാണത് ലയിച്ചു ചേരുന്നതും. ഈശ്വരൻ ഒരു സങ്കല്പമാണ്, ലോകം ഒരു ദർശനമാണ്. സങ്കല്പം സങ്കല്പിക്കുന്ന മനസ്സിൽ നിന്നാണ് പുറപ്പെടുന്നത്, ദർശനം ദൃഷ്ടമണ്ഡലത്തിൽ നിന്നാണ് പുറപ്പെടുന്നത്. അപ്പം എല്ലാറ്റിനും കാരണം ഉള്ളാണ് അവനവൻ്റെ. എല്ലാറ്റിൻ്റെയും പരിസമാപ്തി അതേ ഉള്ളു തന്നെ. അതുകൊണ്ട് സമാധാനമായി കൈ പൊക്കി സന്തോഷമായിട്ടിരുന്നോളൂ. സർവ്വ ചോദ്യങ്ങൾക്കും നാരായണാശ്രമ തപോവനത്തിൽ മറുപടിയുണ്ട്. ഇല്ലാത്ത ഒരു ചോദ്യമില്ല അവിടെ. ചോദ്യം ചോദിക്കാൻ അറിയണം, പിന്തുടരാനുള്ള മനസ്ഥിതി വേണം, വ്യഗ്രത വേണം, ആത്മാർത്ഥത വേണം, അതിനുള്ള ആ കമ്മിറ്റ്മെൻ്റ് ആൻഡ് ഡെഡിക്കേഷൻ വേണം. എന്തിനാണ് ഞാനിത് പറഞ്ഞത്? കൃഷ്ണൻ വിതുരനോട് സംസാരിക്കുകയാണ്. വിതുരൻ വളരെയധികം കാര്യങ്ങൾ പറഞ്ഞുവല്ലോ. അങ്ങ് ഈ വന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നണില്ല, ഈ തീരുമാനം സുചിന്തിതമല്ല, അങ്ങ് പോകുന്നതിൽ എനിക്ക് ആശങ്കയുണ്ട്, പോകരുത്, പോകുന്ന അസംബ്ലി അവിടെ യോഗം നമുക്ക് പറ്റിയതല്ല എന്നൊക്കെ പറഞ്ഞാലും കൃഷ്ണൻ പോകാതെ ഇരിക്കുന്നില്ല. അപ്പോൾ കൃഷ്ണൻ്റെ മനസ്സിൽ തിരിച്ചും മറിച്ചുമുള്ള ആലോചനകളുണ്ട്. അദ്ദേഹം പുറപ്പെടുന്നതിന് മുൻപ് വളരെയധികം ആലോചിച്ചിട്ടാണ്. ഇപ്പോൾ സന്യാസം എന്ന് പറയുന്നത് വലിയൊരു ദൗത്യമാണ്, ഒരു വലിയ മിഷനാണത്. ആ മിഷൻ ഏറ്റെടുക്കുന്നതിന് മുമ്പ് ഞങ്ങളുടെ മനസ്സിൽ ചോദ്യം വരില്ല എന്നാണ് നിങ്ങൾ പറയുന്നത്. ഒരു ഭാഗത്ത് സ്വജനങ്ങളെ ഉപേക്ഷിക്കുന്നു, മറുഭാഗത്ത് വരുമാനങ്ങളെല്ലാം വേണ്ടാന്ന് വയ്ക്കുന്നു, ഏതെങ്കിലും ചില വീടുകളിൽ ചെന്ന് വേണ്ടി വരുമ്പോൾ ഭിക്ഷ യാചിക്കുന്നു. ഇതിനൊക്കെ ശരിയാണോ, അവകാശമുണ്ടോ, ന്യായമുണ്ടോ എന്നൊക്കെ ചോദിച്ചാലോ? നമുക്ക് വലിയ ഒരു സംസ്കാരമുണ്ട്, അത് ധർമ്മത്തിൽ അടിയുറച്ചിരിക്കുന്ന സംസ്കാരമാണ്. ആ സംസ്കാരമാണ് 4 ആശ്രമങ്ങൾ വിധിച്ചിരിക്കുന്നത്. ആ 4ാമത്തെ ആശ്രമത്തിൽ സന്യാസത്തിലാണ് നമുക്ക് എല്ലാറ്റിനുമുള്ള പരിഹാരം, എല്ലാറ്റിനുമുള്ള ഒരു പൂർണ്ണത. ആത്മനോ മോക്ഷാർത്ഥം ജഗദ്ഹിതായ ച. അവനവൻ്റെ സ്വന്തം അന്തരാത്മാവിൻ്റെ മോക്ഷത്തിന് വേണ്ടിയും ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയും. ഈ വർത്തമാനം ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ചോദ്യങ്ങളുണ്ട്, പലതുണ്ട്, ശരി തെറ്റെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അവസാനം ഒരു മനുഷ്യന് ചെയ്യാനുള്ളത് സന്യാസമാണ്. എപ്പോഴൊരിക്കൽ ഒരു മനസ്സ് ചോദ്യം ചെയ്തു തുടങ്ങിയോ, ഗാഠമായി നമ്മുടെ ചോദ്യത്തിന് എല്ലാറ്റിനുമുള്ള മറുപടി സന്യാസമാണ്. നമ്മൾ സന്യസിക്കുന്നത് എന്തിനാ? അവനവൻ്റെ മനസ്സിനും ബുദ്ധിക്കും സ്വാതന്ത്ര്യം, ആ ഉള്ളിലുള്ള ആ ആഹ്ലാദ പൂർണ്ണത കിട്ടാൻ, അതേസമയം ജനങ്ങളെ സഹായിക്കാൻ. എങ്ങനെ സഹായിക്കാം? ഞാൻ ആ കുട്ടിയോട് പറയായിരുന്നു. എപ്പോഴും മനുഷ്യ സമാജത്തിന് 2 തരത്തിലുള്ള സേവനമാണ്. ഒന്നിലോ ശരീരത്തിന്, അല്ലെങ്കിൽ വ്യക്തിത്വത്തിന്. ശരീരത്തിൽ എന്തൊക്കെ ആവശ്യങ്ങളുണ്ട്? ഫുഡ്, ഷെൽട്ടർ ആൻഡ് ക്ലോത്തിങ്. ഭക്ഷണം വേണം, വസ്ത്രം വേണം, പാർപ്പിടം വേണം. അതിൻ്റെ കുറേ പൊടിപ്പും തൊങ്ങലും വർധനയുമാണ് ബാക്കിയുള്ളത്. ഇത് ശരീരത്തിനുള്ള ആവശ്യമാണ്. എന്നും 4ഉം 5ഉം നേരം നമുക്ക് ഭക്ഷണം കഴിക്കണം, ചുരുങ്ങിയത് 3 നേരം. എന്തെങ്കിലും മാനം മറയ്ക്കാൻ, പ്രകൃതിയിൽ നിന്ന് വേണ്ടതുപോലെ ജീവിക്കാൻ വസ്ത്രം വേണം. അത് കഴിഞ്ഞാൽ കിടക്കാൻ ഒരു സ്ഥലം വേണം. ഇതാണ് പ്രാഥമിക ആവശ്യങ്ങൾ ശരീരത്തിന്. സമാന്തരമായി മനസ്സിനുണ്ട് ആവശ്യങ്ങൾ. ഇത് രണ്ടും സമാന്തരമായി പ്രവർത്തിക്കുന്നതാണ്. ശരീരത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി മനസ്സിൻ്റെ ആവശ്യങ്ങളെ ബലി കഴിക്കാൻ പറ്റില്ല, മനസ്സിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ശരീരത്തിൻ്റെ ആവശ്യങ്ങൾ ബലി കഴിക്കാൻ പറ്റില്ല. അപ്പോൾ മനസ്സിന് എന്താ ആവശ്യം? ശാന്തി, തൃപ്തി, സമാധാനം. ബുദ്ധിക്കോ അറിവ്, വിശാലത, സാഫല്യം, ജ്ഞാനസാഫല്യം. നമ്മുടെ അഹങ്കാരത്തിനോ അതിന് കൂടുതൽ ധന്യതയും സമ്പന്നതയും വരണം. അപ്പോൾ ഞങ്ങളൊക്കെ സന്യാസിമാരെന്ത് ചെയ്യണമെന്നറിയോ കുട്ടി? മനസ്സിലാക്കിക്കോളൂ. ആത്മനോ മോക്ഷാർത്ഥം ജഗദ്ഹിതായ. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് മോക്ഷം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഉള്ളുകൊണ്ട് കിട്ടുന്നതാണ്. അതിൽ ഈ പ്രപഞ്ചത്തിനോ ബാക്കിയുള്ളവർക്കോ ഒരു പങ്കുമില്ല. ഞങ്ങൾ ഭിക്ഷ യാചിക്കുന്നുണ്ടെങ്കിൽ അത് ശരീരം നിലനിർത്താൻ മാത്രം. ആ ഭിക്ഷ കഴിക്കുന്നത് ഞങ്ങളാണെങ്കിലും അത് തന്നതുകൊണ്ടുള്ള പുണ്യാനുഗ്രഹവും ധന്യതയും തരുന്നവർക്കാണ്. അതുകൊണ്ട് ഒരു വീട്ടിൽ നിന്ന് എടുക്കില്ല, 10 വീടുകളിൽ പോകണമെന്നാണ് പ്രമാണം. ഒരേ സ്ഥലത്ത് നിന്ന് വയറ് നിറച്ച് ഭിക്ഷ മേടിക്കരുതെന്ന്. അപ്പോൾ അവർക്കൊരു ഭാരമാവും. അങ്ങനെ ഒരു ജീവിത ചരിത്രമാണ്. ആ ജീവിത ചരിത്രത്തെക്കുറിച്ച് ആലോചിച്ച് നോക്കൂ. അതുകൊണ്ട് തനിക്ക് ഈ പഠിപ്പിന് പരമപ്രയോജനം എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ അങ്ങനെയൊക്കെ ആലോചിച്ചിട്ട് സന്യസിച്ചവരാ. അറിവ് 2 തരത്തിലാണ്. ഒന്ന് വിഷയജ്ഞാനം, ഓബ്ജക്റ്റ് നോളേജ്. പിന്നെ ഒന്ന് സബ്ജക്റ്റ് നോളേജ്, ആന്തരമായിട്ടുള്ള അറിവ്. ആ ആന്തരമായി മനസ്സിനെയും ബുദ്ധിയെയും അഹങ്കാരത്തെയും സംബന്ധിച്ച് മനസ്സിലാക്കി അന്തരാത്മാവിൻ്റെ ആ പ്രകാശ സുഭഗതയുണ്ടല്ലോ,
അതിലിങ്ങനെ ആണ്ടുപോകുന്നതാണ് ഈ വിദ്യ. ഈ വിഷയി വിദ്യ എന്നാണ് അതിന് പറയുക, സബ്ജക്റ്റ് നോളേജ്. ഈ രണ്ട് നോളേജിൽ ഞങ്ങൾ ഓബ്ജക്റ്റ് നോളേജ് വിട്ടുകളഞ്ഞ് സബ്ജക്റ്റ് നോളേജ് ഏറ്റെടുത്ത് ആ മാർഗത്തിൽ ജനങ്ങളെ അഹോരാത്രം സഹായിക്കുന്നവരാണ്. ഇത് കുട്ടിയൊന്ന് മനസ്സിലാക്കൂ എന്ന് പറഞ്ഞു. എന്നിട്ട് ആ വല്ലാതെ മുഖം വാടി വരണ്ടിരുന്ന കുട്ടി കുറേശ്ശെയായിട്ട് മുഖം ഒന്ന് വികസിച്ച് ചിരിക്കാൻ തുടങ്ങി. ചിരിച്ചുകൊണ്ടാണ് ഇവിടുന്ന് പോയത്. ഞാൻ അടുത്ത കാലത്ത് ഇനിയും വരാം, ഗുരുപൂർണിമയ്ക്ക് വരാം, പ്രത്യേകിച്ചും അന്നവസ്ത്രദാനം നടക്കണു, ആ സമയത്ത് വരാം എന്ന് പറഞ്ഞിട്ടാണ് പോയത് ഇവിടുന്ന്. അപ്പോൾ കൃഷ്ണൻ വളരെ ആലോചിച്ചിട്ടാണ് അവിടെ പോകുന്നത്. എന്ത് ചെയ്യുമ്പോഴും അതിനെ സംബന്ധിച്ച ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിൽ വരണം. ഞാൻ ഈ ദൗത്യത്തിന് പോകണമോ? വിതുരൻ്റെ അഭിപ്രായം പോണ്ടാന്നാ, പോയിട്ട് പ്രയോജനമില്ല. എന്നാലും കൃഷ്ണൻ പോകുന്നത് എന്താ? അദ്ദേഹം വ്യക്തമാക്കണം. അഹാപയൻ പാണ്ഡവാർത്ഥം യഥാവത് ശമം കുരൂണാം യതി ചാചരേയം പുണ്യം ച മേ സ്യാച്ചരിതം മഹാത്മൻ മുച്യേരംശ്ച കുരവോ മൃത്യുപാശാത്. നോക്കൂ, മനുഷ്യനായിട്ടാണ് സംസാരിക്കുന്നത്. അതെനിക്ക് പുണ്യമായിരിക്കും എന്നാണ് പറയുന്നത്. നമ്മളൊക്കെയല്ലേ അത് പറയുക? ഭഗവാന് പുണ്യം എന്ന് പറയും. അഹാപയൻ പാണ്ഡവാർത്ഥം യഥാവത്. പാണ്ഡവന്മാരുണ്ടല്ലോ, അവരുടെ ലക്ഷ്യം എന്താ? അവർ വനവാസം കഴിച്ചു, അജ്ഞാതവാസം കഴിച്ചു. അതൊക്കെ വേണ്ടതുപോലെ സത്യസന്ധമായി അവരുടെ വാഗ്ദത്തം പരിപാലിച്ചു. തിരിച്ചു വന്നാൽ എന്തു വേണം? അവരുടെ രാജ്യം മടക്കി കൊടുക്കണം. അത് കൊടുക്കുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ടിപ്പോൾ യുദ്ധം. പടവെട്ടിപ്പിടിച്ചോട്ടെ എന്നാണ് ദുര്യോധൻ്റെ അഭിപ്രായം. പടവെട്ടിപ്പിടിക്കാം വേണ്ടി വന്നാൽ, പക്ഷേ അത് കൂടാതെ കഴിക്കണമല്ലോ, അതല്ലേ നമുക്ക് ആവശ്യം. ദുര്യോധന് ഒരു പക്ഷേ യുദ്ധക്കൊതി ഉണ്ടാവാം, പക്ഷേ നമ്മളൊക്കെ യുദ്ധക്കൊതിയന്മാരല്ല. വിതുര മഹാശയ അങ്ങയുമല്ല. അപ്പം ആ യുദ്ധം കൂടാതെ പാണ്ഡവന്മാരുടെ അർത്ഥം, ഉദ്ദേശം, അവരുടെ ആവശ്യം നിറവേറ്റാൻ പറ്റുമോ? മാത്രമല്ല ശമം കുരൂണാം യതി ചാചരേയം. ദുര്യോധന പക്ഷത്തിലുള്ളവർക്ക് സമാധാനവും ശാന്തിയും അവർക്കും നേടിക്കൊടുക്കാൻ പറ്റുമോ? യുദ്ധം എന്ന് പറഞ്ഞാൽ പിന്നെ ശാന്തിയില്ലല്ലോ. എല്ലാവരുടെയും മരണത്തിന് ശേഷം 1, 2, 5, 10 ആൾ മാത്രമല്ലേ ബാക്കി വരുള്ളൂ. അപ്പം ബാക്കിയുള്ളവർക്ക് ആ ചോദ്യം വരണില്ല. അപ്പം യുദ്ധക്കളം കൂടാതെ ശമം കുരൂണാം യതി ചാചരേയം. ഞാൻ അവിടെ പോയി സംസാരിച്ചു, സമർത്ഥമായി, ഹൃദയം ഉരുകി സംസാരിച്ചു, കേൾക്കുന്നവരുടെ ഹൃദയവും ഉരുകി. എന്നിട്ട് അവർ ശമത്തിന് സമ്മതിച്ചാലോ? പുണ്യം ചമേ സ്യാച്ചരിതം മഹാത്മൻ. അല്ലേ മഹാത്മൻ? എൻ്റെ ജീവിത ചരിത്രം, എൻ്റെ ചരിതം, എൻ്റെ പ്രവൃത്തി പുണ്യം ചമേ സ്യാത്, വളരെ പുണ്യമായി തീരും, വളരെ പുണ്യമായി തീരും. ഇത് ഞാൻ ചെയ്യാതെ പോയിരുന്നാലോ കുറ്റം പറയും. ഗാന്ധാരി പറഞ്ഞു, അതാണ് നിങ്ങളോട് പറഞ്ഞത്. മുച്യേരംശ്ച കുരവോ മൃത്യുപാശാത്. എൻ്റെ ദൗത്യം വളരെ പുണ്യശ്രീലാളിതമാവും എന്നുള്ളതിരിക്കട്ടെ. അതിനേക്കാൾ പ്രധാനമായിട്ടുള്ളത് മുച്യേരംശ്ച കുരവോ മൃത്യുപാശാത്. ഈ കൗരവപക്ഷത്തിൽ കുരുവിൻ്റെ പിൻഗാമികളുണ്ടല്ലോ, അവരെ മുഴുവനും ഞാൻ മൃത്യുപാശത്തിൽ നിന്ന് രക്ഷിച്ചിട്ടുണ്ടാവും, സ്വതന്ത്രരാക്കിയിട്ടുണ്ടാവും. അപ്പം എത്ര ആലോചിച്ചിട്ടാണ് അവിടെ പോകുന്നത്. വിതുരനോട് പറയുന്ന മറുപടി ആലോചിച്ച് നോക്കൂ. അതുമാതിരി വളരെ ആലോചിച്ച് പല ഭാഗങ്ങളും ചിന്തിച്ച് സന്യാസമാണ് മനുഷ്യ ജീവിതത്തിൽ അത്യുത്തമം, സമാജ സേവനത്തിനും അവനവൻ്റെ മോക്ഷത്തിനും എന്ന് കണക്കാക്കിയിട്ടാണ് നമ്മുടെ ശാസ്ത്രവും പാരമ്പര്യവും പൈതൃകവും ഒക്കെ ഈ ചതുർത്ഥാശ്രമത്തിന് ഇത്ര വിശേഷപ്പെട്ടതായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. അഭിവാചം ഭാഷമാണസ്യ കാവ്യാം ധർമാരാമാം അർത്ഥവതീം അഹിംസ്രാം അവേക്ഷേരൻ ധാർത്തരാഷ്ട്രാഃ ശമാർത്ഥം മാം ച പ്രാപ്തം കുരവഃ പൂജയേയുഃ. കേൾക്കുന്നുണ്ടോ കൂട്ടരെ നിങ്ങളിത്? കൃഷ്ണൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അഭിവാചം ഭാഷമാണസ്യ കാവ്യാം ധർമാരാമാം അർത്ഥവതീം അഹിംസ്രാം അവേക്ഷേരൻ ധാർത്തരാഷ്ട്രാഃ ശമാർത്ഥം മാം ച പ്രാപ്തം കുരവഃ പൂജയേയുഃ. നമ്മൾ എങ്ങനെ പറയും വിതുര മഹാശയ? അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു നന്മയുടെ കണികയെങ്കിലും ഉണ്ടായിക്കൂടെ? ഇപ്പം നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പടക്കളത്തിൽ വെച്ചിട്ടൊന്നുമല്ല, സമാധാനാന്തരീക്ഷത്തിലാണ്. അവിടെ പാണ്ഡവന്മാരൊന്നുമില്ല, അവർ മാത്രമേ ഉള്ളൂ. അപ്പം അവർക്ക് ചിന്തിക്കാനും
ആലോചിച്ച് നോക്കാനും പല വശങ്ങളും പരിഗണിക്കാനും ഒന്നിലധികം ആൾക്കാരുണ്ട് അവിടെ. അഭിവാചം ഭാഷമാണസ്യ കാവ്യാം. ഞാൻ പറയുന്ന വാക്കുകളുണ്ടല്ലോ, കവികൾ ഓരോരോ തത്വങ്ങളും മൂല്യങ്ങളും കടഞ്ഞെടുത്ത് ദൃശ്യങ്ങളിൽ നിന്ന് അവതരിപ്പിക്കുന്നവരാണ് ഈ കവികൾ. അവർക്ക് ഒരൊറ്റ ഉദ്ദേശമേ ഉള്ളൂ, അത് വായിക്കുന്നവർക്ക് നന്മയും മാംഗല്യവും ഉണ്ടാവണം എന്നൊരു വിചാരം. അപ്പം സത്യകഥനം, മൂല്യകഥനം, ആദർശകഥനം, സൗന്ദര്യ വിവരണം, മനുഷ്യൻ്റെ നന്മ, ഇത് മാത്രമേ അവരുടെ മനസ്സിലുള്ളൂ. അപ്പോൾ എല്ലാവരുടെയും നന്മയെ ഉദ്ദേശിച്ച് മംഗളം അണയ്ക്കുമാറുള്ള എൻ്റെ വാക്കുണ്ടല്ലോ, ഭാഷമാണസ്യ കാവ്യാം ധർമാരാമാം അർത്ഥവതീം. ഞാൻ സംസാരിക്കുന്ന സമയത്ത് അതിൽ ഓരോ വാക്കിലും നല്ല അർത്ഥപുഷ്ടി ഉണ്ടാവും, ആദർശ പൂർണ്ണതയുണ്ടാവും. പാഴ്വാക്ക് ഞാൻ പറയില്ല, നല്ലതേ പറയുള്ളൂ. ധർമാരാമാം, ധർമ്മം എന്ന് പറയുന്നത് അവർക്കും ഇവർക്കുമൊക്കെ ആവശ്യമാണ്. മനുഷ്യനെ രക്ഷിക്കുന്നത് എന്തോ അതാണ് ധർമ്മം. ആപത്തിലും സമ്പത്തിലും രക്ഷിക്കണം. അപ്പം ഞാൻ പറയാൻ പോകുന്ന വാക്കുകൾ എങ്ങനെയായിരിക്കും? അവർക്ക് ധർമ്മരക്ഷ ഉണ്ടാവത്തക്ക. അത് നിരസിച്ചു എന്നുണ്ടെങ്കിൽ അവർക്ക് ധർമ്മരക്ഷ കിട്ടാൻ പോകുന്നില്ല. ധർമാരാമാം അർത്ഥവതീം അഹിംസ്രാം. ഞാനവിടെ ഹിംസന സ്വഭാവത്തോടു കൂടിയല്ല സംസാരിക്കുന്നത്. ഹിംസ ഒഴിവാക്കണം, ഉപദ്രവിക്കരുത് എന്നാണ്. അവേക്ഷേരൻ ധാർത്തരാഷ്ട്രാഹ ശമാർത്ഥം. അവർക്ക് ശാന്തി വേണം, സമാധാനം വേണം, പൊല്ലാപ്പ് വേണ്ട എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അവർ എന്നെ ശാന്തി ദൂതനായി കണ്ട് ഈ ശാന്തി അവർക്കെന്നതുപോലെ പാണ്ഡവന്മാർക്കും പാണ്ഡവർക്കെന്നതുപോലെ അവർക്കും നന്മയരുളുന്നതാണെന്ന് മനസ്സിലാക്കി അങ്ങനെ സ്വീകരിക്കുമെങ്കിൽ മാം ച പ്രാപ്തം കുരവഹ പൂജയേയുഹു. എന്നെ അവർ പൂജിച്ച് സത്കരിച്ചയക്കും. വിതുര മഹാശയ എന്നെ പൂജിച്ച് സത്കരിച്ചയക്കും. ഞാൻ പറയുന്ന ശാന്തി ദൗത്യം അവർ ചെവിക്കൊള്ളുമെങ്കിൽ. കൃഷ്ണൻ സന്ധ്യദൂതനായി ഹസ്തിനപുരത്തിലേക്ക് പോകുന്ന ആ ഭാഗമാണല്ലോ നമ്മളിവിടെ വിവരിക്കുന്നത്. നിങ്ങൾ ഒരു കാര്യം വിചാരിക്കരുത്, യുധിഷ്ഠിരൻ പറഞ്ഞയച്ചു പോകുന്ന കൃഷ്ണൻ യുധിഷ്ഠിരന് മാത്രം വേണ്ടി പോയതാണ്, അങ്ങനെ പോകാവൂ എന്നില്ല. കൃഷ്ണൻ സ്വയം ഒന്ന് ആലോചിക്കുകയാണ്. എന്താ, ഞാനിപ്പോൾ ദുര്യോധന പക്ഷത്തിൽ ചെന്ന് അവരോട് പറയാനുള്ളത് പറഞ്ഞ് അവരെ ഈ യുദ്ധത്തിൽ നിന്ന് വിരമിപ്പിക്കണം എന്ന് അദ്ദേഹത്തിന് തോന്നിയാൽ അദ്ദേഹം സ്വമേധയാ ദുര്യോധന പക്ഷത്തിൽ കയറി ചെല്ലേണ്ടവനാണ്. അവർ പ്രതീക്ഷിക്കുകയും ചെയ്യും. എന്താ കാരണം? എത്രത്തോളം പാണ്ഡവന്മാരുമായി കൃഷ്ണന് ബന്ധമുണ്ടോ, അച്ഛൻ്റെ സഹോദരിയാണ് കുന്തിയുടെ മക്കളാണ്, അതുപോലെ കൃഷ്ണന് വേറെ ഒരു തരത്തിൽ ബന്ധമുണ്ട്. ആരോടുകൂടി? ദുര്യോധനന്മാരോടുകൂടി. അപ്പം രണ്ടുപേരോടും തുല്യ ബന്ധമുള്ള കൃഷ്ണൻ ആര് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും സ്വമേധയാ പോലും അവിടെ ചെല്ലാമല്ലോ. ഇവിടെ യുധിഷ്ഠിരൻ പറഞ്ഞിട്ടാണ് പോകുന്നത് എന്നുള്ളത് ശരി. പക്ഷേ പോയാൽ അവിടെ പറയാൻ പോകുന്നതും സ്വാധീനം ചെലുത്താൻ പോകുന്നതും ദുര്യോധന പക്ഷക്കാർക്കും നല്ലതാണ്. ആ കാര്യം അത് നിർവഹിക്കേണ്ടവനാണ്. അതാണല്ലോ പറഞ്ഞത്, ആപത്ത് വരുമ്പോൾ ഏത് മിത്രമാണോ തൻ്റെ മിത്രത്തെ ഉപേക്ഷിക്കുന്നത് ആ ആളെ മിത്രമായി കണക്കാക്കിക്കൂടാ എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ ഇത് ഒന്നുകൂടി വ്യക്തമാക്കാൻ പറയാം. ദുര്യോധനന് കൃഷ്ണൻ്റെ അടുത്ത് എന്തെങ്കിലും ഡിമാൻഡ് ഉണ്ടോ, ആവശ്യമുണ്ടോ, നിർബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ യുദ്ധം തീർച്ചയാക്കിയപ്പോൾ ഇരു കൂട്ടരും നമ്മുടെ ഭാരതഭൂമിയിൽ എല്ലാ പ്രദേശങ്ങളിലേക്കും എല്ലാ രാജാക്കന്മാരുടെ അടുക്കിലേക്കും ആൾക്കാരെ പറഞ്ഞയച്ച് ഞങ്ങളെ സഹായിക്കണം എന്ന് പറഞ്ഞ് സഹായം തേടുകയുണ്ടായി. അതിൻ്റെ ഇടയിൽ പ്രധാനപ്പെട്ട സമയം ഒരു യാത്രയാണ്. എങ്ങോട്ട്? ദ്വാരകയ്ക്ക്. ദുര്യോധനൻ അവിടെ ചെന്നു കൃഷ്ണനെ കാണാൻ വേണ്ടി. അവിടെ ചെന്നപ്പോൾ കൃഷ്ണൻ കിടന്ന് ഉറങ്ങുകയാണോ അതോ ഉറക്കം നടിച്ചതാണോ എന്നുള്ളതാണ് ഒരു ചോദ്യം. അവിടെ കൃഷ്ണൻ ഉറങ്ങുമ്പോൾ ദുര്യോധനൻ എന്ത് ചെയ്തു? അവിടെ ചെന്നു. അപ്പോൾ ആരോട് കണ്ട് സംസാരിക്കണോ ആ ആൾ ഉറങ്ങുകയാണല്ലോ. അപ്പോൾ അവിടെ നോക്കിയപ്പോൾ കൃഷ്ണൻ ഉറങ്ങുന്നിടത്ത് വെറും കട്ടിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇല്ല, അവിടെ ചില സോഫകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഇട്ടിരിക്കണത് തലഭാഗത്താണ്, കൃഷ്ണൻ തലവച്ചയിടത്താണ്. അവിടെ ചെന്ന് ഭംഗിയായിട്ട് കാല് കയറ്റി അവിടെ ഇങ്ങോട്ട് ഇരുന്നു. ഇനി നമ്മുടെ കൃഷ്ണൻ എഴുന്നേൽക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അതിൻ്റെ പൂർണ്ണ വിവരം ഞാനിപ്പോൾ പറയുന്നില്ല. അതൊക്കെ കഴിഞ്ഞ് കൃഷ്ണൻ എഴുന്നേറ്റപ്പോൾ ദുര്യോധനൻ പറയുകയാണ്, ഞാൻ എന്തിനാ ഇവിടെ വന്നിരിക്കണേന്നറിയോ എന്ന്. അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും കൃഷ്ണന് വേണ്ടത്ര സ്വാതന്ത്ര്യവും നിർബന്ധവും ഉണ്ടോ ദുര്യോധന പക്ഷക്കാരോട് സംസാരിക്കാൻ, അത് അദ്ദേഹത്തിൻ്റെ ഒരു കർത്തവ്യമാണോ എന്നൊക്കെ. ദുര്യോധനൻ പറയുകയാണ്, വിഗ്രഹേസ്മിൻ ഭവാൻ സാഹ്യം മമ ദാതുമിഹാർഹതി
സമം ഹി ഭവതഃ സഖ്യം മമ ചൈവാർജുനേപി ച തഥാ സംബന്ധകം തുല്യം അസ്മാകം ത്വയി മാധവ അഹം ച അഭിഗതഃ പൂർവം ത്വാമദ്യ മധുസൂദന. ഇത് ഉദ്യോഗപർവത്തിൽ 7-ാം അധ്യായത്തിൽ 12-13 ശ്ലോകങ്ങളാണ്. വിഗ്രഹേസ്മിൻ ഭവാൻ സാഹ്യം മമ ദാതുമിഹാർഹതി സമം ഹി ഭവതഃ സഖ്യം മമ ചൈവാർജുനേപി ച. എന്താ ഇതിനർത്ഥം? വിഗ്രഹേസ്മിൻ, ഈ യുദ്ധത്തിൽ, ഭവാൻ സാഹ്യം മമ ദാതുമിഹാർഹതി, കൃഷ്ണന് എനിക്ക് എത്രത്തോളം സഹായം ചെയ്യാൻ പറ്റുമോ അത്രത്തോളം സഹായം കൃഷ്ണൻ ചെയ്യണം. അതിലൊരു മാറ്റവും വരുത്തരുതാണ്. ചെയ്യണേ എന്ന് പറഞ്ഞാൽ അപേക്ഷിക്കുകയല്ല, ചെയ്യണം എന്നൊരു ശാസനാരൂപത്തിൽ രാജോചിതമായി സംസാരിക്കുകയാണ്. വിഗ്രഹേസ്മിൻ ഭവാൻ സാഹ്യം മമ ദാതുമിഹാർഹസി, അങ്ങയ്ക്ക് എനിക്ക് ആവശ്യമുള്ളിടത്തോളം സഹായം ചെയ്യുന്നതിൽ നിർബന്ധമുണ്ട്, അത് തടുത്തു നിർത്താൻ പറ്റില്ല, കടമയാണത് എന്നാ പറയണേ. സമം ഹി ഭവതഃ സഖ്യം മമ ചൈവാർജുനേപി ച, അങ്ങയ്ക്ക് എന്നോടും അർജുനോടും രണ്ടുപേരോടുമുള്ള സഖ്യമുണ്ടല്ലോ, ബന്ധം, അത് സമമാണ്, തുല്യമാണ്. യുധിഷ്ഠിര പക്ഷക്കാരോട് കൂടുതലും എൻ്റെ പക്ഷക്കാരോട് കുറവും എന്ന് പറയാൻ പറ്റില്ല. രണ്ടുപേരും തുല്യമായി അങ്ങയോട് ബന്ധപ്പെട്ടവരാണ്. ഒരു പക്ഷേ എനിക്ക് തോന്നും ഇന്നത്തെ കാലത്ത് വിവാഹബന്ധമാണല്ലോ കൂടുതൽ ശക്തം, അല്ലാണ്ട് രക്തബന്ധമല്ലല്ലോ, അങ്ങനെയല്ലേ ഇപ്പോൾ കാണുന്നത്. അങ്ങനെ വരുമ്പോൾ ദുര്യോധൻ്റെ മകളെയാണല്ലോ കല്യാണം കഴിച്ചിരിക്കുന്നത് കൃഷ്ണൻ്റെ മകൻ. അപ്പോൾ എനിക്ക് തോന്നുന്നു കൂടുതലാണെന്ന് സഖ്യം. സമം ഹി ഭവതഃ സഖ്യം മമ ചൈവാർജുനേപി ച. അപ്പോൾ ഇത്തിരി മുൻതൂക്കം കൂടുമോയെന്ന് പോലും സംശയമുണ്ട്. അതുകൊണ്ട് എന്നെ സഹായിക്കുന്ന കാര്യത്തിൽ ഒരു ചൂളലും ഇവിടെ പറ്റില്ല എന്നാണ് പറയണത്. തഥാ സംബന്ധകം തുല്യം അസ്മാകം ത്വയി മാധവ, അങ്ങയ്ക്കുള്ള സംബന്ധം ഞങ്ങൾ രണ്ടുപേരെ സംബന്ധിച്ചിടത്തോളം തുല്യമാണ്. അഹം ച അഭിഗതഃ പൂർവം ത്വാം അദ്യ മധുസൂദന. ഇനി ഈ സഹായം ആവശ്യപ്പെട്ട് വന്നു, രണ്ടു കൂട്ടരും വന്നുല്ലോ, അതിലാദ്യം വന്നത് ഞാനാണ്. അപ്പം ആദ്യം വന്നത് ഞാനാണ്. ഇവിടെ കുറേ നേരമായിരിക്കുന്നു അങ്ങയുടെ തലഭാഗത്ത് വന്നു നോക്കിയപ്പോൾ കിടന്നുറങ്ങുകയാണ്. ഉറങ്ങുന്നവരെ വിളിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ചുളിഞ്ഞുകൂടി അവിടെ അങ്ങോട്ട് ഇരുന്നു. ഇനി എങ്ങാനും ഇടയിൽ ഒന്ന് കണ്ണു മിഴിച്ചാൽ പോലും ഇനി എന്നെ കണ്ട് ഉറക്കത്തിന് വിച്ഛേദം വരരുതെന്ന് പറഞ്ഞിട്ട് ആ തലഭാഗത്ത് വന്നിരുന്നത്. ഇതാണ് ദുര്യോധനൻ്റെ ആർഗ്യുമെൻറ്റ്. അപ്പം അങ്ങനെയുള്ള ഒരു ദുര്യോധനോട് സഖ്യം പറയാൻ പോകുമ്പോൾ അതിലെന്താ വിതുര മഹാശയ തെറ്റുള്ളത്? അവിടെ പോയാൽ അവരെന്നെ വേണ്ടതുപോലെ സ്വാഗതം ചെയ്ത് ഞാൻ പറയണത് കേട്ടു, ശാന്തി ഉണ്ടായി എന്നുണ്ടെങ്കിൽ അവരെന്നെ പൂജിച്ച് സത്കരിക്കുകയാണ് ചെയ്യാം. ഇങ്ങനെയാണ് കൃഷ്ണൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. ഇനി വിതുരൻ്റെ മനസ്സിൽ ഇത്രയുമധികം ദുഷ്ടന്മാർ ഒരുമിച്ച് കൂടി സമ്മേളിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അനവധി രാജാക്കന്മാരുണ്ട്, സന്നാഹങ്ങളുണ്ട്, എല്ലാം വിളിപ്പുറത്താണ്. അങ്ങനെ ഒരു ശത്രു കൂമ്പാരത്തിൻ്റെ ഉള്ളിലേക്കാണ് പോണത് എന്ന് പറയുന്നുണ്ടല്ലോ. ഒരു പക്ഷേ അങ്ങയ്ക്കൊരു സംശയം ഉണ്ടായിരിക്കാം, ഞാൻ എങ്ങാനും അവിടെ പോയി വല്ല അപായവും എനിക്ക് വന്നാലോ എന്ന്. ഇത് യുധിഷ്ഠിരനും ഞാൻ പുറപ്പെടുന്നതിന് മുൻപ് പറയണ്ടായി. അപ്പം അതിനെനിക്ക് മറുപടി പറയാനുള്ളത് എന്താ? നചാപി മമ പര്യാപ്താഹ സഹിതാഹ സർവപാർത്ഥിവാഹ ക്രുദ്ധസ്യ പ്രമുഖേ സ്ഥാതും സിംഹസ്യേവേതരേ മൃഗാഹ. നചാപി മമ പര്യാപ്താഹ സഹിതാഹ സർവപാർത്ഥിവാഹ. ഈ ഭൂമണ്ഡലത്തിൽ എത്രയെല്ലാം രാജാക്കന്മാരുണ്ടോ, മഹാരഥികളുണ്ടോ, ചക്രവർത്തിമാരുണ്ടോ, അവരെല്ലാവരും കൂടി സഹിതാഹ ഒരുമിച്ച് ഈ യശോദ വളർത്തിക്കൊണ്ടുവന്ന കൃഷ്ണനെ നേരിടാനായി വന്നു. അങ്ങോട്ട് നേരിട്ടു. അവരുടെ ആക്രമണങ്ങൾ, അവർക്ക് എന്തെല്ലാം യുദ്ധപാടവങ്ങളുണ്ടോ, അസ്ത്രങ്ങളുണ്ടോ, ശസ്ത്രങ്ങളുണ്ടോ, എല്ലാം കൂടി പ്രയോഗിച്ചുകൊണ്ട് എൻ്റെ മുൻപിലും ചുറ്റും വന്ന് നിന്നു എന്നുണ്ടെങ്കിലും ഒരു കാര്യം വിതുര മഹാശയ ഞാൻ പറയാം. ക്രുദ്ധസ്യ പ്രമുഖേ സ്ഥാതും, ഞാനങ്ങോട്ട് കോപിഷ്ഠനായി എന്നിരിക്കട്ടെ, എൻ്റെ മുൻപിൽ ഒരൊറ്റ ആൾ നിൽക്കാൻ പറ്റില്ല. എൻ്റെ കണ്ണിൽ നിന്ന് പുറപ്പെടുന്നത് തീയാവും, കയ്യിൽ നിന്ന് പുറപ്പെടുന്നതോ തീ അസ്ത്രങ്ങളാകും, ചുട്ടുകരിക്കുന്നതാണ്. ക്രുദ്ധസ്യ പ്രമുഖേ സ്ഥാതും സിംഹസ്യേവേതരേ മൃഗാഹ. വനത്തിൽ വളരെയധികം മൃഗങ്ങളുണ്ട്. ഏറ്റവും വലിയ കരജന്തുവാണ് എന്ത്? ആന. ആ ആനയ്ക്കുള്ള വിശേഷം എന്താ? 2 കൊമ്പാണ്. കുത്തി അങ്ങോട്ട് തുളയ്ക്കുകയാണെങ്കിൽ മരം തുളയും, പാറ വരെ തുളയും എന്ന് പറയാം. അതിന് പോരാത്തതിന് ഒരു തുമ്പിക്കൈയും ഉണ്ട് 4 കാലിന് പുറമെ. അതുകൊണ്ട് ഇങ്ങോട്ട് ചുറ്റി പിടിച്ച് എറിയുകയാണെങ്കിൽ എല്ലാം സ്വർഗം വരെ ചെല്ലും.
അങ്ങനെയുള്ള ആനകളും ഉണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിലും സിംഹം അലറി കഴിഞ്ഞാൽ ഒരൊറ്റ എണ്ണം അവിടെ നിൽക്കില്ല. അപ്പം സിംഹത്തിൻ്റെ മുൻപിൽ എങ്ങനെയാണോ മറ്റുള്ള മൃഗങ്ങൾ, അതുപോലെയാണ് ഈ രാജാക്കന്മാരും ചക്രവർത്തിമാരും സേനാനികളും ആനയും കുതിരയും കാലാളും എല്ലാം തന്നെ. അതുകൊണ്ട് അങ്ങ് സ്വല്പമെങ്കിലും ഈ കാര്യത്തിൽ ഭയപ്പെടരുത്. അങ്ങയുടെ കൃഷ്ണൻ, വത്സല കൃഷ്ണൻ അവിടെ ചെന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സത്പ്രയത്നത്തിൻ്റെ ആ പരമാവധി എന്നേ പറയാനുള്ളൂ. ഇന്നല്ല, ഇത് നടന്ന് എത്രയായിരം കൊല്ലങ്ങൾക്ക് ശേഷം ഈ സംഭവം ആരെങ്കിലും വായിച്ചാലും അറിഞ്ഞാലും കേട്ടാലും പറഞ്ഞാലും, ഇപ്പോൾ ഭൂമാനന്ദ സ്വാമി പറയുന്നുണ്ടല്ലോ മുക്തിസുധാകരത്തിൽ, അതുപോലെ വിവരിച്ചാലും ഇത് കേൾക്കുന്നവർക്ക് തോന്നും കൃഷ്ണൻ ചെയ്തത് നന്നായി, ആവശ്യമായിരുന്നു. അതും കൂടി ചെയ്തിട്ടല്ലേ യുദ്ധത്തിന് പുറപ്പെട്ടെ. ഈ യുദ്ധത്തിൽ മരിക്കാൻ പോകുന്നത് ആരാ? അനവധി ആൾക്കാർ മരിക്കും. കൂട്ടമരണമാണ്. പ്രതിദിനം 10,000 ലക്ഷക്കണക്കിലാണ് ജനങ്ങൾ മരിക്കുന്നത്. ആ മരിക്കുന്നതിൽ ആരൊക്കെ ഉണ്ട്? ഒന്നും വെറുതെ മരിക്കുകയല്ല, കൊന്നു വീഴുകയാണ്. അതിൽ രണ്ടുപേരെയും ഒരുപോലെ പുത്രനിർവിശേഷം സ്നേഹിക്കുന്ന ഭീഷ്മൻ പെടും, ഒരുപോലെ പഠിപ്പിച്ച ദ്രോണൻ പെടും, എല്ലാവരെയും വാത്സല്യത്തോടു കൂടി നോക്കുന്ന കൃപൻ പെടും. അങ്ങനെ എല്ലാവരും മരിച്ചു വീഴാൻ പോവാണ്. ഈ ഒരു യുദ്ധം സാധാരണ നിലയ്ക്ക് പെട്ടെന്ന് തീരുമാനിക്കേണ്ടതാണോ? എന്തെല്ലാം ഉണ്ടോ ലോകത്തിൽ അത് മുഴുവനും നമ്മൾ പ്രയോഗിക്കണം. ഇത് നിർത്താൻ, ഇല്ലാതെയാക്കി തീർക്കാൻ, തട്ടിമാറ്റി കൊണ്ടുപോകാൻ, വെട്ടുതല്ലായി പോണം എന്ന് പറഞ്ഞ മാതിരി ഈ യുദ്ധത്തിന് പകരം എന്ത് സംഭവിച്ചാലും കൊള്ളാം, ഈ യുദ്ധം ഒഴിവാക്കണം. അത് എല്ലാവരും ചെയ്തോ? ഈ കൃഷ്ണൻ എന്തു ചെയ്തു? രണ്ടുപേർക്കും തുല്യ സ്ഥാനമാണ് കൃഷ്ണൻ്റെ അടുത്ത്. ആ കൃഷ്ണൻ എന്തെങ്കിലും പരിശ്രമിച്ചോ ചെയ്തോ എന്നൊരു ചോദ്യത്തിന് മറുപടി വേണം. അതുമാത്രമല്ല, ഞാൻ അവിടെ പോയി സംസാരിക്കുന്ന കാര്യങ്ങൾ വളരെ പ്രധാനമായിരിക്കണം. പക്ഷം പിടിച്ച് സംസാരിക്കരുത്. രണ്ടു പേർക്കും ഒരുപോലെ സ്വീകാര്യമായ കാര്യങ്ങൾ വേണം പറയാൻ. പറയുന്ന വാക്കിൽ നല്ല അർത്ഥം വേണം, ആശയം വേണം, ഗാംഭീര്യം വേണം. ഒരു ഭാഗത്ത് സ്നേഹം, ഒരു ഭാഗത്ത് ദേവ്, ഒരു ഭാഗത്ത് സൗഹാർദ്ദം, ഇതെല്ലാം ഉണ്ടാവണം ഞാൻ സംസാരിക്കുന്ന സമയത്ത്. അപ്പം അങ്ങനെ വിശേഷപ്പെട്ട ഒരു ദൗത്യത്തിന് പോവാണ്. അതുകൊണ്ട് വിതുര മഹാശയ എന്നെ വേണ്ടതുപോലെ മനസ്സിലാക്കി ആശീർവദിച്ച് അയക്കുകയാണ് വേണ്ടത് എന്നാണ് കൃഷ്ണൻ പറയുന്നത്. നചാപി മമ പര്യാപ്താഃ സഹിതാഃ സർവപാർത്ഥിവാഃ ക്രുദ്ധസ്യ പ്രമുഖേ സ്ഥാതും സിംഹസ്യേവേതരേ മൃഗാഃ. ഇനിയിപ്പോൾ നമ്മളൊക്കെ ഇവിടെ സംസാരിക്കുന്നുണ്ടല്ലോ, ഞാൻ ഏകദേശം ഒറ്റയ്ക്കാണ് പോണതെന്ന് പറയാം ആ സദസ്സിലേക്ക്. അപ്പുറത്ത് വലിയ സന്നാഹങ്ങൾ ഉണ്ടാവാം. ഇനി നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത തരത്തിൽ അവരെന്നെ പീഡിപ്പിക്കാനോ പിടിച്ചു കെട്ടാനോ ഒക്കെ പുറപ്പെട്ടു എന്നങ്ങോട്ട് ഇരിക്കട്ടെ. എന്നാൽ സ്വല്പമെങ്കിലും പേടിക്കണ്ട, അതിനൊക്കെ തട ഈ കൃഷ്ണൻ്റെ കയ്യിലുണ്ട്. എൻ്റെ സുദർശന ചക്രമുണ്ട് എൻ്റെ കയ്യിൽ, കൗമോദകി എന്ന് പറയുന്ന ഗദയുണ്ട് ഒരു ഭാഗത്ത്. ഇത് കൂടാതെ വേണ്ടതൊക്കെ എനിക്കുണ്ട്. അപ്പം എന്നെ രക്ഷിക്കാൻ ഒരാളും വേറെ ആവശ്യമില്ല. ഞാൻ കോപിക്കരുത്. എങ്ങാനും കോപിപ്പിച്ചു അവരെന്നുണ്ടെങ്കിലോ ഒറ്റ ആൾ എൻ്റെ മുമ്പിൽ നിൽക്കാൻ പറ്റില്ല, ഈ ഭൂമി പോലും പൊടിഞ്ഞ് ധൂളാവും എന്നാണ് പറയുന്നത്. വിതുരനും കൃഷ്ണനും കൂടി ഇങ്ങനെ പലതും സംസാരിച്ച് രാത്രി മുഴുവനും അവർ പലതും പറഞ്ഞിരുന്നു. ധർമാർത്ഥ കാമയുക്താശ്ച വിചിത്രാർത്ഥ പദാക്ഷരാഃ ശൃണ്വതോ വിവിധാവാചോ വിതുരസ്യ മഹാത്മനഃ. വിതുരൻ വിട്ടില്ല, അദ്ദേഹത്തിന് പറയാനുള്ളത് അദ്ദേഹവും പറഞ്ഞു. വ്യാസമഹർഷി പറയാണ്, ധർമാർത്ഥ കാമയുക്താശ്ച വിചിത്രാർത്ഥ പദാക്ഷരാഃ. വേദവ്യാസനാണോ അക്ഷരത്തിൻ്റെയും പദത്തിൻ്റെയും കുറവ്? പിന്നെ നീതിജ്ഞനായ വിതുരന് കുറവുണ്ടോ? ഇല്ല. അപ്പം രണ്ടാളും കൂടി പറയണതാണ് ധർമാർത്ഥ കാമയുക്താശ്ച വിചിത്രാർത്ഥ പദാക്ഷരാഃ. ധർമ്മം, അർത്ഥം, കാമം. ഇവിടെ ആവശ്യം എന്താ? ആഗ്രഹം നിറവേറണം. അത് ആഗ്രഹം അത്യാഗ്രഹമായി എന്നുള്ളതാണ് ദുര്യോധനെ സംബന്ധിച്ചിടത്തോളം കേട്. മിതമായ ആഗ്രഹം മനുഷ്യജീവിതത്തിൽ സഹജമാണ്. ഏത് മനുഷ്യ മനസ്സിനും ഉണ്ടാവണം. പക്ഷേ അത് അമിതമായി മറ്റുള്ളവരിൽ കുതിര കയറാൻ തക്ക വിധത്തിൽ മനുഷ്യനെ പ്രേരിപ്പിച്ച് ദുസ്സാഹസമായി പോകുമ്പോഴാണ് തെറ്റ് നാശം എന്നുള്ള പതനത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ സാധാരണ ധർമ്മം, അർത്ഥം, കാമം അതിനോടെല്ലാം പൊരുത്തപ്പെടുന്നതും വിചിത്രാർത്ഥപദാക്ഷരാഃ, വിചിത്രമായിരിക്കുന്ന അർത്ഥം. കാര്യം ഏത് ഭാഷയും നല്ല ഭാഷയാണ്, ധന്യമാണ്, അതിന് നല്ല പുഷ്ടിമയുണ്ട് എന്ന് വെച്ചോട്ടെ. നല്ല നല്ല വാക്കുകളുണ്ടാവും. ഇപ്പോൾ സംസ്കൃതത്തിൽ ഒരേ ഒരു വാക്കിന് എത്ര പര്യായ ശബ്ദങ്ങളാണെന്നറിയോ? ചിലപ്പോഴൊക്കെ ഞാൻ പറയാറുണ്ട്, ഇന്ദിര ലോകമാതാമ രമ മംഗലദേവത
ഭാർഗവി ലോകജനനി ക്ഷീരസാഗര കന്യക. അമരകോശത്തിൽ എഴുതുകയാണ് മഹാലക്ഷ്മിയുടെ പര്യായ ശബ്ദങ്ങളാണത്രേ. ലക്ഷ്മി എന്ന് ഒരു വാക്കല്ല, അനവധിയാ. ഇന്ദിര, ലോകമാത, മാ, രമ, മംഗലദേവത, ഭാർഗവി, ലോകജനനി, ക്ഷീരസാഗര കന്യക. വെറും സമുദ്രത്തിന് എത്രയാ പര്യായ ശബ്ദങ്ങൾ, ഭൂമിക്ക് എത്രയാ പര്യായ ശബ്ദങ്ങൾ. എന്ത് ശബ്ദങ്ങൾ എടുത്താലും അതിന് പര്യായ ശബ്ദങ്ങൾ ഉണ്ടാക്കുന്നതിൽ സംസ്കൃത ഭാഷ വളരെ വിശേഷപ്പെട്ടതാണ്. ആ പര്യായങ്ങൾക്കൊക്കെ എവിടുന്ന് വന്നു, എന്താണതിന് കാരണം, അതിൻ്റെ ചരിത്രമെന്ത്, ഭൂമിശാസ്ത്രമെന്ത്, ഇതെല്ലാം വെച്ചുകൊണ്ടാണ് പദങ്ങൾ അങ്ങോട്ട് ഉണ്ടാക്കി തീർക്കുക. അതൊരു വിശേഷമാണ്. ഇപ്പോൾ ഒരാൾ പറഞ്ഞാൽ അച്ഛനമ്മമാർക്ക് മകനാ, അച്ഛൻ സഹോദരിക്കോ മരുമകനാ, സഹോദരനോ സഹോദരനാണ്, മകനോ അച്ഛനാണ്, മരുമക്കൾക്കോ അമ്മാവനാണ്. അപ്പോൾ ഒരാൾ പലതരത്തിലും പറയുമ്പോൾ പല വാക്കുകൾ കൊണ്ട് സൂചിപ്പിക്കും. ആ സൂചിപ്പിക്കുന്നതൊക്കെ ഒരൊറ്റ ആളാണല്ലോ. അതേമാതിരി ഒരു ശബ്ദം കിട്ടിയാൽ ആ ശബ്ദത്തെ എന്താണ് അതിന് അർത്ഥം എന്ന് നോക്കി അത് ഏതെല്ലാം തരത്തിൽ നമുക്ക് ബന്ധിപ്പിച്ച് പറയാം. ഇപ്പോൾ കൃഷ്ണനെ ഇവിടെ കൂടുതലും ദാശാർഹവീരൻ എന്നാ പറയുന്നത്. യശോദാനന്ദനൻ എന്ന് പറഞ്ഞാലോ അതും കൃഷ്ണനാ. ദേവകീപുത്രനോ അതും അതെ. ദേവകീ നന്ദനായാലോ, നന്ദഗോപ സൂനു ആയാലോ, വസുദേവ പുത്രനായാലോ, ഇങ്ങനെ അനവധി ശബ്ദങ്ങൾ ഉപയോഗിച്ച് അത് കാവ്യത്തിനും ഒരു ആവശ്യമായിട്ട് വരും. ഈ കാവ്യം ഛന്ദസ്സോട് കൂടിയിട്ട് മീറ്ററോട് കൂടിയിട്ടാണല്ലോ രചിക്കുക. അപ്പം മീറ്റർ പ്രകാരം പദങ്ങളെ ചേർത്തെടുത്ത് ഗുരുലഘുവെല്ലാം യോജിപ്പിച്ച് ഗണങ്ങളൊക്കെ ഒക്കണം എന്നുണ്ടെങ്കിൽ അവിടെ എന്തു വേണം, പല പദങ്ങളും ഉപയോഗിക്കേണ്ടി വരും. അങ്ങനെ ഈ സംസ്കൃത ഭാഷ വളരെ ധന്യമായിരിക്കുകയാണ്, സമ്പുഷ്ടമായിരിക്കുകയാണ്, അതിസുന്ദരമായിരിക്കുക. അപ്പോൾ ഇവിടെ പറയാണ് വിചിത്രാർത്ഥപദാക്ഷരാഹ, വിചിത്രമായിരിക്കുന്ന അർത്ഥങ്ങളുള്ള പല വിധത്തിലുള്ള പദങ്ങളും അക്ഷരങ്ങളുമെല്ലാം ചേർത്ത് വിതുരൻ നല്ലപോലെ സംസാരിച്ചു. ശൃണ്വതോ വിവിധാവാചോ വിതുരസ്യ മഹാത്മനഃ. വിതുരൻ എന്തിലാ കുറവ്? ഒരു കുറവുമില്ല. മഹർഷിയുടെ രക്തത്തിൽ നിന്ന് ജനിച്ച പുത്രനാണ്. വളർന്നതോ ഭീഷ്മന്റെ കൂടെയാണ് വളർന്നിരിക്കുന്നത്. അപ്പോൾ ആ രാജധാനിയിൽ പല വിധത്തിലുള്ള വിദ്വാൻമാരെയും കൊണ്ടുവന്ന് രാജകുമാരന്മാരെ നല്ലപോലെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ 4 വേദവും 6 ശാസ്ത്രവും പെടും. പിന്നെ എന്തെല്ലാം ഉപഗ്രന്ഥങ്ങളുണ്ടോ അത് മുഴുവനും അവിടെ ചർച്ചാ വിഷയമായിട്ടുണ്ട്. അത് നടക്കുമ്പോൾ വിതുരൻ അവിടെ കേൾക്കാറുണ്ട്. അദ്ദേഹത്തിന് ധാരാളം അറിയാം. കേട്ട് അങ്ങനെ മനസ്സും ഹൃദയവും നിറഞ്ഞിരിക്കണു. ആലോചിച്ചോ അത് കവിഞ്ഞു ഒഴുകണമുണ്ട്. അങ്ങനെ പലതും കേട്ട് അത് മുഴുവനും ഉൾപ്പെടുത്തിക്കൊണ്ട് വിചിത്രാർത്ഥ പദാക്ഷരങ്ങളോടുകൂടി പല വിധത്തിലുള്ള കാര്യങ്ങളും ന്യായങ്ങളും സമാധാനവും ആശങ്കയും പ്രതീക്ഷയും എല്ലാം കൂടി വിതുരൻ സംസാരിച്ചത്. ശൃണ്വതോ വിവിധാവാചോ, വിവിധമായിരിക്കുന്ന വാക്കുകൾ കേട്ടുകൊണ്ട് മഹാത്മനഃ വിതുരസ്യ, മഹാത്മാവായ വിതുരൻ്റെ സംഭാഷണം. കഥാഭിഹി അനുരൂപാഭിഹി കൃഷ്ണസ്യ അമിത തേജസഃ. ഞാനിതൊക്കെ വിവരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നണയാവും? നോക്കൂ, ഇത് നമ്മുടെ ഭാഷയുടെ മഹിമയാണ്, പദങ്ങളുടെ മഹിമയാണ്. ഒരു രംഗത്തിനെ എങ്ങനെ വിവരിക്കാം എന്നുള്ളത്. ആ വിവരിക്കുന്ന സമയത്ത് മനുഷ്യജീവനിൽ നിന്നാണല്ലോ ഈ വാക്കുകൾ വരുന്നത്. അപ്പം ആ വാക്കിൽ ദിവ്യമായ ഒരു ശക്തിയും ഒരു പ്രസരണവും ഉണ്ടാവും. മനുഷ്യജീവൻ വാസ്തവത്തിൽ ഈശ്വരനാണ്. അപ്പം ഈശ്വരാംശമായിരിക്കുന്ന ജീവൻ പ്രാണനോടുകൂടി മനുഷ്യ ശരീരത്തിൽ ഇരിക്കുമ്പോൾ മാത്രമേ നമ്മുടെ ശബ്ദനാളത്തിൽ പ്രവേശിച്ച് കണ്ഠത്തിലൂടെ ശബ്ദങ്ങൾ പുറത്തു വരുള്ളൂ. ഭാഗവതത്തിൽ ഒരിക്കൽ പ്രത്യേകിച്ചും പറയുണ്ടായി, സയേഷ ജീവോ വിവരപ്രസൂതി എന്ന്. ശബ്ദം എങ്ങനെ ഉണ്ടാവണം, അതിന് എന്തെല്ലാം രൂപങ്ങളുണ്ട്. പശ്യന്തി, മധ്യമ, വൈഖരി എന്നൊക്കെ പറഞ്ഞുവല്ലോ. അപ്പം ആ ശബ്ദം എന്ന് പറയുന്നത് ഉപായപ്പെട്ടതാണെന്ന് വിചാരിക്കരുത്. കൃഷ്ണൻ എന്തെങ്കിലും അവിടെ പോയിട്ട് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ അത് ശബ്ദത്തിൻ്റെ മഹിമയാണ്, വാക്കിൻ്റെ പ്രഭാവമാണ്, ഭാഷയുടെ സ്വാധീനമാണ്. അവിടേക്കാണ് അതിന് പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ. കഥാഭിഹി അനുരൂപാഭിഹി കൃഷ്ണസ്യ അമിത തേജസഃ. അമിത തേജസ്വിയായിരിക്കുന്ന കൃഷ്ണൻ അദ്ദേഹം എന്ത് ചെയ്തു? അകാമസ്യേവ കൃഷ്ണസ്യ. കൃഷ്ണൻ്റെ ഒരു പ്രത്യേകത എന്താ? അകാമസ്യ. അദ്ദേഹത്തിന് ലോകത്തിൽ ഒരാഗ്രഹവുമില്ല. എന്തെങ്കിലും ഒന്ന് കിട്ടണമെന്നോ കൊടുക്കണമെന്നോ, തൻ്റെ ജീവിതത്തിൽ തനിക്ക് സൗഭാഗ്യം അണയാൻ വേണ്ടി, തികയാൻ വേണ്ടി എന്തെങ്കിലും ഒന്ന് വേണം എന്ന് കൃഷ്ണൻ ഒരിക്കലും തോന്നിയിട്ടില്ല. അതുകൊണ്ട് എന്തായി? ഉള്ളവരൊക്കെ കന്യകകളെ സമ്മാനം കൊടുത്തു.
16,008 ഭാര്യമാരാണെന്ന് പറയാറുണ്ടല്ലോ ശ്രീമദ് ഭാഗവതം. ഒറ്റ ആളും ചോദിച്ചു മേടിച്ചതല്ല, കൊണ്ടങ്ങോട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഒരാശയമില്ലാത്തവന് സർവ്വതും വശത്തിലാവും. എല്ലാ ആശയമുള്ളവർക്കോ ഒന്നും നിറവേറില്ല, ഉള്ളുകൊണ്ട് പാപ്പരനായി കഴിഞ്ഞുകൂടാ. അകാമസ്യ കൃഷ്ണസ്യ കഥാഭിഹി അനുരൂപാഭിഹി കൃഷ്ണസ്യ അമിത തേജസഃ. അദ്ദേഹവും അതിന് മറുപടിയായും പലതരത്തിലും കഥകളും ഉപകഥകളും എല്ലാമായി പലതും രണ്ടു കൂട്ടക്കാരും സംസാരിച്ച് നല്ല സംഭാഷണം. കുട്ടിക്കാലത്ത് ഒരു രാത്രി മുഴുവൻ ഇരുന്ന് കൃഷ്ണൻ ഒരു സംഭാഷണം നടത്തുന്നുണ്ടായി. ആരുടെ അടുത്താ? സാന്ദീപനിയുടെ അടുത്ത് പഠിക്കുന്ന സമയത്ത് സുദാമാവും കൃഷ്ണനും കൂടി രാത്രി വിറകിന് പോയി. അപ്പോൾ ഇരുട്ടായിപ്പോയി, മഴ പെയ്തു, തിരിച്ചു വരാൻ പറ്റിയില്ല. ഒരു മരത്തിൽ കയറി രണ്ടാളും കൊമ്പത്ത് അന്യോന്യം കെട്ടിപ്പിടിച്ചുകൊണ്ട് ധാരാളം വർത്തമാനം പറഞ്ഞു. ഉറങ്ങിയാൽ പിരണ്ടു വീഴുമല്ലോ, ഉറങ്ങാണ്ടിരിക്കാൻ. അപ്പം ഉണ്ടായിട്ടുണ്ട് ഒരു സംസാരം. ഇപ്പം ആ പ്രായമൂപ്പ് വന്നതിന് ശേഷം, ഹസ്തിനപുരത്തിലെത്തിയതിനു ശേഷം വിതുരനും കൃഷ്ണനും കൂടി രാത്രി മുഴുവനും താൻ ഈ ചെയ്യാൻ പോകുന്ന ദൗത്യത്തിൻ്റെ സാധുതയും അസാധുതയും, അതിൻ്റെ പ്രായോഗികതയും അപ്രായോഗികതയും, അതിൻ്റെ സഫലീകരണവും അതല്ലാത്തതും ഇതെല്ലാം വ്യക്തമാക്കി തെളിയിച്ചുകൊണ്ട് പല സംസാരവും അവർ സംസാരിച്ചു. അങ്ങനെ രാത്രി കിടന്നുപോയി അത്രേ. കഥാഭിഹി അനുരൂപാഭിഹി കൃഷ്ണസ്യാമിത തേജസഃ അകാമസ്യേവ കൃഷ്ണസ്യ സാ ഗതീയായ ശർവരീ. ഇത് പറയുമ്പോൾ വേദവ്യാസന് അവർ രണ്ടുപേരും കൂടി സംസാരിച്ചു എന്നൊരൊറ്റ വാക്ക് പറഞ്ഞാൽ മതി. അപ്പം അതിലെന്തൊക്കെയാണ് പറയുന്നത്? അമിത തേജസഃ കൃഷ്ണസ്യ കഥാഭിഹി അനുരൂപാഭിഹി അകാമസ്യേവ കൃഷ്ണസ്യ. ഇത്രയും വിശേഷണങ്ങളും പദങ്ങളും ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം ആ കൃഷ്ണൻ്റെ പ്രഭാവം എത്രയുണ്ട്. അദ്ദേഹം പ്രത്യേകമായ ഒരു ലക്ഷ്യം നേടിയെടുക്കാനോ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ടോ അല്ല വന്നിരിക്കുന്നത്, നന്മയ്ക്ക് വേണ്ടി വന്നതാണ്. ആരുടെ? ലോകത്തിൻ്റെ മുഴുവനും ഭൂമിയുടെ മുഴുവനും എന്നൊക്കെ സൂചിപ്പിക്കുക. തത ഉത്ഥായ ദാശാർഹ ഋഷഭ സർവസാത്വതാം സർവം ആവശ്യകം ചക്രേ പ്രാതഃകാര്യം ജനാർദ്ദന. നമ്മളെല്ലാവരും പറയുന്നുണ്ടല്ലോ ഭഗവാൻ ഭഗവാൻ എന്ന്. ഭഗവാൻ എന്തിനാ സന്ധ്യാവന്ദനം? അപ്പം കൃഷ്ണൻ ക്ഷത്രിയനാണ്, വൈദികമായിട്ടുള്ള ചടങ്ങ് ഉപവീതം ധരിച്ചിട്ടുള്ള ആളാണ്. ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ ഇവർക്ക് എല്ലാവർക്കും ഉപവീതമുണ്ട്. ആ ഉപവീതമുള്ളവരെല്ലാവരും കാലത്തെണീറ്റാൽ സന്ധ്യാവന്ദനം നടത്തിക്കൊള്ളണമെന്ന് നിർബന്ധ. അത് വിട്ടുകളയാൻ പറ്റില്ല. ബാക്കി എന്തൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് നേരമില്ല എന്ന് ഈ കാര്യത്തിന് മാത്രം പറയരുത്. ആരെങ്കിലും പറയോ എനിക്ക് ശ്വസിക്കാൻ പറ്റിയില്ല, നേരമില്ല എന്ന്? മൂത്രശങ്ക തീർത്തില്ല, തിരക്കുകൊണ്ടെന്ന് ആരെങ്കിലും പറയാറുണ്ടോ? ആഹാരം കഴിച്ചില്ല എന്ന് പറയാൻ പറ്റുമോ? ആഹാരം കഴിക്കുന്നത് അല്പം നീട്ടിക്കൊണ്ടുപോവാ. അതുപോലെ ഈ സന്ധ്യാവന്ദനം എന്ന് പറഞ്ഞാൽ സൂര്യൻ ഉദിക്കണുണ്ടോ സന്ധ്യാവന്ദനം കഴിച്ചിരിക്കണം, അസ്തമിക്കണുണ്ടല്ലോ സായം സന്ധ്യ കഴിച്ചിരിക്കണം. ഇത് രണ്ടുമില്ലാതെ ഒരൊറ്റ ആളും കഴിയരുത്. അപ്പം തത ഉത്ഥായ ദാശാർഹ ഋഷഭ സർവസാത്വതാം. അവർ രാത്രി മുഴുവൻ സംസാരിച്ചിരുന്നാലും അതിൻ്റെ പേരിൽ വെളുപ്പാങ്കാലത്ത് എഴുന്നേൽക്കാൻ താമസിക്കാൻ പറ്റില്ല. സൂര്യോദയത്തിന് മുമ്പ് എഴുന്നേറ്റ് കുളിച്ച് ഊക്കൊക്കെ കഴിക്കണം, അല്ലാണ്ടിരിക്കാൻ പറ്റില്ല. സർവമാവശ്യകം ചക്രേ പ്രാതഃകാര്യം ജനാർദ്ദന. പ്രാതക്കാലത്ത് നടത്തുന്ന എല്ലാ വൈദിക ചടങ്ങുകളും നടത്തി. അഥ ദുര്യോധന കൃഷ്ണം ശകുനിശ്ചാപി സൗബലഃ സന്ധ്യാം തിഷ്ഠന്തമഭ്യേത്യ ദാശാർഹമപരാജിതം. അങ്ങനെ സന്ധ്യാവന്ദനം കഴിച്ചുകൊണ്ട് മുഴുവനായിട്ടില്ല, അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അഥ ദുര്യോധന കൃഷ്ണം ശകുനിശ്ചാപി സൗബലഃ. അവർക്ക് കുറേ ക്ഷമകേടുണ്ട്. കൃഷ്ണൻ ഏതായാലും വന്നു കഴിഞ്ഞ് പറയാനുള്ളത് പറയണം, കേൾക്കാനുള്ളത് കേൾക്കണം. പിന്നെ ദുര്യോധനൻ്റെ ഉള്ളിൽ ഒരു പ്ലാനും ഉണ്ടല്ലോ, ഒരു ആസൂത്രണം, എന്താ വേണ്ടതെന്ന്. അതൊക്കെ പറഞ്ഞിട്ടാണല്ലോ അവരുടെ കൺസൾട്ടേഷൻ, ചർച്ച, ആ സദസ്സ് പിരിഞ്ഞത്. കൃഷ്ണൻ്റെ അടുത്ത് ദുര്യോധനൻ അമ്മാമൻ ശകുനിയും കൂടി പോയി. എങ്ങാനും കൃഷ്ണൻ വേഗം വരണമല്ലോ, വന്ന കാര്യം നടക്കണമല്ലോ, പിന്നെ നമുക്കും ഒരു പ്ലാൻ, അവർക്കൊരു പ്ലാൻ ഉണ്ട് മനസ്സിൽ. ആ ആസൂത്രണമൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് ഇനി എന്തെങ്കിലും കാരണത്താൽ കൃഷ്ണൻ മടങ്ങിപ്പോവരുത്, അത് മാത്രമല്ല നേരവും വൈകരുത്, സംസാരത്ര നീണ്ടുപോയി എന്നുണ്ടെങ്കിലോ. അപ്പം അതൊക്കെ കണക്കാക്കിയിട്ട് പോയി വിളിച്ചു കളയാം എന്ന് പറഞ്ഞ് ശകുനിയും ദുര്യോധനും കൂടി അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോൾ ഊക്ക് കഴിച്ചുകൊണ്ടിരിക്കുക, അത് മുഴുവനായിട്ടില്ല അവിടെ. അങ്ങനെ മുഴുവനാവാത്ത സമയത്ത് ദാശാർഹം അപരാജിതം, ഒരു വാക്കാണ് വ്യാസദേവൻ വയ്ക്കുന്നത്. ആരുടെ അടുത്തായി പോണത്? അപരാജിതന. ഇവരുടെ വിചാരോ കൃഷ്ണനെ ഞങ്ങൾ ജയിക്കും, കെട്ടിയിടും, ബന്ധസ്ഥനാക്കും എന്നൊക്കെ ദുര്യോധൻ്റെ മനസ്സിലുണ്ട്. അത് ശകുനിക്കും അറിയാം.
പക്ഷേ പോയതോ ഇവരുടെ കയറിലൊന്നും ഒതുങ്ങാത്ത ആളാണ്, അപരാജിതനാണ്. ആ കൃഷ്ണൻ്റെ അടുത്ത് ചെന്ന് ആചക്ഷേതാം തു കൃഷ്ണസ്യ ധൃതരാഷ്ട്രം സഭാഗതം കുരൂംശ ഭീഷ്മപ്രമുഖാൻ രാജ്ഞഃ സർവാംശ പാർത്ഥിവാൻ. അവിടെ പോയി ഒരു നിവേദനം പറയുകയാണ്. കൃഷ്ണ കൃഷ്ണ, അങ്ങ് ഇത്ര ബുദ്ധിമുട്ടി വന്നിട്ടുണ്ടല്ലോ. ഞങ്ങൾ സത്കാരങ്ങളൊക്കെ തന്നപ്പോൾ അത് വേണ്ടാന്ന് പറഞ്ഞു. എന്നിട്ട് നമ്മുടെ വിതുരനച്ഛൻ്റെ അടുത്താണ് കൂടിയത്. അവിടെ എന്തൊക്കെ നടന്നു എന്നുള്ളത് അറിയില്ല. എന്തൊക്കെയാണ് അദ്ദേഹം കൃഷ്ണനോട് പറഞ്ഞ് മനസ്സിലാക്കിയിരിക്കുന്നതെന്നൊന്നും അറിയില്ല. ആചക്ഷേതാം തു കൃഷ്ണസ്യ ധൃതരാഷ്ട്രം സഭാഗതം. അങ്ങ് വന്നിട്ടുള്ളത് ഇവിടെ മഹാരാജാവിനെ കണ്ട് ചിലത് സംസാരിക്കാനാണല്ലോ. ആ മഹാരാജാവ് ദാ കാലത്ത് എണീറ്റ് ഊക്കൊക്കെ കഴിച്ച് സന്ധ്യാവന്തനമൊക്കെ കഴിച്ച് സഭയിൽ വന്നിരിക്കണു കൃഷ്ണ, കാത്തിരിക്കുകയാണ്. ആചക്ഷേതാം തു കൃഷ്ണസ്യ. എന്തിനാ കാത്തിരിക്കണത്? കൃഷ്ണൻ വരുന്നത് കാത്തിരിക്കുക അദ്ദേഹം. കാര്യം കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ലെങ്കിലും ചെവി കൊണ്ട് കേട്ടറിയാമല്ലോ. അപ്പോൾ കൃഷ്ണൻ വരുന്ന സമയത്ത് ദാ ശാന്തിദൂതൻ വരുന്നു എന്ന് പറയാനും അറിയിപ്പിക്കാനും അവിടെ നടക്കുന്ന സംഭാഷണങ്ങൾക്കൊക്കെ തയ്യാറായി ചെവി കൂർപ്പിച്ച് അക്ഷമയോടുകൂടി ഇരിക്കുകയാണ്. കുരൂംശ ഭീഷ്മപ്രമുഖാൻ രാജ്ഞഃ സർവാംശ പാർത്ഥിവാൻ. അവിടെ അച്ഛൻ മാത്രമല്ല, കൗരവപക്ഷത്തിൽ പല ആൾക്കാരുമുണ്ട്. ഭീഷ്മപ്രമുഖാൻ, മുത്തശ്ശൻ ഭീഷ്മനുണ്ട് അവിടെ. രാജ്ഞഃ സർവാംശ പാർത്ഥിവാൻ. രാജാക്കന്മാർ ആരാരെല്ലാം പ്രമുഖന്മാരായി നമ്മുടെ ദേശത്തുണ്ടോ രാജ്യത്തുണ്ടോ അവരെല്ലാവരും വന്ന് സന്നിഹിതരായിരിക്കുകയാണ്. ധൃതരാഷ്ട്ര മഹാരാജാവ് സഭയിലെത്തി. രാജാക്കന്മാരും ചക്രവർത്തിമാരും എല്ലാം സന്നിഹിതരായിരിക്കുന്നു. അങ്ങയുടെ വരവ് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് താമസിക്കാതെ വേഗം എഴുന്നള്ളണേ എന്ന് പറഞ്ഞ് രണ്ടാളും കൂടി കൂട്ടിക്കൊണ്ടുപോകാൻ വന്നു. ത്വാം അർത്ഥയന്തേ ഗോവിന്ദ ദിവിശക്രം ഇവാമരാഹ താവഭ്യനന്ദത് ഗോവിന്ദ സാമ്ന പരമവൽഗുന. ത്വാം അർത്ഥയന്തേ ഗോവിന്ദ ദിവിശക്രം ഇവാമരാഹ. ദുര്യോധനൻ കുറവൊന്നും വരുത്തിയില്ല. അങ്ങയെ കാത്ത് അക്ഷമരായി ഇരിക്കുകയാണ്. ദിവിശക്രമിവാമരാഹ. ആകാശത്തിൽ സ്വർഗത്തിൽ ഇന്ദ്രനെ പ്രതീക്ഷിച്ച് ദേവന്മാരെല്ലാവരും ഇരിക്കുന്നത് പോലെ. അപ്പോൾ ദുര്യോധനൻ അവർക്ക് ദേവസ്ഥാനം ആവശ്യപ്പെടുക. വാസ്തവത്തിൽ അവർ അസുരന്മാരെ പോലെയാണ് പെരുമാറുന്നത്. അപ്പോൾ ദേവന്മാരായിരിക്കുന്ന ഞങ്ങൾ ഇന്ദ്രനെ പ്രതീക്ഷിക്കുന്നത് പോലെ അങ്ങയെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. ത്വാം അർത്ഥയന്തേ ഗോവിന്ദ. ഇപ്പം ഞങ്ങളുടെ മനസ്സിലൊരൊറ്റ വിചാരമേ ഉള്ളൂ, കൃഷ്ണൻ കൃഷ്ണൻ കൃഷ്ണൻ. അദ്ദേഹം വരണം വരണം, പറയുന്നത് കേൾക്കണം, കാണണം. ഇതാണ് മനസ്സിലുള്ള വിചാരം. താവഭ്യനന്ദത് ഗോവിന്ദ സാമ്ന പരമവൽഗുന. അവരിങ്ങനെ പറഞ്ഞപ്പോൾ കൃഷ്ണൻ മിണ്ടാതിരുന്നില്ല. അവർക്കും ആ സന്ദർഭത്തിനും യോജിക്കുന്ന തരത്തിൽ വളരെ സാമസുന്ദരമായി സംസാരിച്ചു. എന്താ ഈ സാമസുന്ദരമായി സംസാരിച്ചു എന്ന് പറഞ്ഞാൽ? സാമ്ന, സാമദാന ഭേദദണ്ഡം എന്നാണ് ശത്രുക്കളോട് 4 തരത്തിലാ നീതി. സാമം എന്ന് പറഞ്ഞാൽ ഒരു റെക്കൺസൈലിങ് ആറ്റിറ്റ്യൂഡാണ്. ലഹള കൂട്ടാതെ, കലഹം ഉണ്ടാക്കാതെ, കയ്യിലുള്ളത് കൊടുക്കണമെങ്കിൽ കൊടുത്ത, മേടിക്കണമെങ്കിൽ മേടിച്ച് എല്ലാം ഒതുക്കി അങ്ങോട്ട് കഴിഞ്ഞു കൂട്ടുക. നല്ല വാക്കുകൾ പറയുക, ആ പറഞ്ഞ് മയപ്പെടുത്തി കൊണ്ടുപോവുക. അതുകൊണ്ട് സാധിച്ചില്ലെങ്കിലാണ് പിന്നെ എന്തെങ്കിലും കൊടുക്കുക. അതില്ലെങ്കിലോ പിളർപ്പുണ്ടാക്കുക. ഇതൊന്നും നടത്തിയില്ലെങ്കിലോ ദണ്ഡനീതി ആയുധം കൊണ്ട് പ്രയോഗിക്കുക. ഇങ്ങനെ 4 തരത്തിലാണ്. അപ്പം സാമസുന്ദരമായി സംസാരിച്ചു. എങ്ങനെ പറഞ്ഞാൽ അവർക്ക് തൃപ്തിയാകുമോ, നമ്മുടെ കാര്യങ്ങൾ നേടാൻ പറ്റുമോ അതിനനുസരിച്ച് മയപ്പെടുത്തി മാധുര്യത്തോടുകൂടി ചമത്കാരത്തോടുകൂടി ശ്രവ്യസുന്ദരമായി സംസാരിച്ചു അത്രേ.